ഈ രാത്രിയിലെ ദൈവവചന പ്രഭാഷണത്തിന് മുൻപലകമായിട്ട് ഒരു വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിപ്പാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരുമിച്ച് ആ വാക്യം വായിക്കണം. നമുക്കേറെ പരിചിതമാണ്. പൗലോസ് തീമോഥെയോസിനെഴുതിയ രണ്ടാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത് വചനമാണ്. നമുക്കൊരുമിച്ച് ആ വാക്യം ഒന്ന് ശബ്ദമുയർത്തി പറയണം. എൻ്റെ പ്രഭാഷണത്തിൻ്റെ താക്കോൽ വാക്യം നാം എല്ലാവരും ഒരുമിച്ച് വായിക്കുന്നതാണ് എനിക്കേറെ താല്പര്യം. അതുകൊണ്ട് ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ ബൈബിൾ ദയവായി തുറന്ന് തീമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത് വചനം നമുക്ക് ഒരുമിച്ച് ഈ രാത്രി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് ആ വാക്യത്തിൽ നിന്നും ശാന്തമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കണം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ശബ്ദമുയർത്തി ഒന്നുകൂടെ ആ വാക്യം നമുക്കൊന്ന് പറയാം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. നല്ല വചനത്തിനായിട്ട് നമ്മുടെ കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ആ കൈകളെല്ലാം ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഉയർന്നിരിക്കട്ടെ, ഉയർന്നിരിക്കട്ടെ, ഉയർന്നിരിക്കട്ടെ. ഈ രാത്രി യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട് എന്നുള്ളതാണ്. അവൻ്റെ തിരുമുൻപാകെ നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് അല്പനിമിഷം നമുക്ക് നമ്മുടെ കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്യാം. എല്ലാ നാവിൽ നിന്നും സ്തോത്രങ്ങൾ അല്പനിമിഷം ഉയരട്ടെ. സ്തോത്രം ഒരിക്കലും ഒരു പാഴ്വാക്കല്ല, സ്തോത്രം ഒരു യാഗമാണ്. സ്തോത്രമെന്ന അതര ഫലയാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ജ്ഞാനിയായ ശലോമോൻ 1000 ഹോമയാഗങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ കഴിച്ചപ്പോൾ ശലോമോൻ്റെ അരികിലേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിൻ്റെ ആവശ്യം എന്താണ്? പറക, ഞാൻ എന്താണ് നിനക്ക് ചെയ്യേണ്ടത്? ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി സ്തോത്രമെന്ന യാഗം അല്പനിമിഷം അർപ്പിക്കുമ്പോൾ ദൈവം മൗനമായിരിക്കത്തില്ല. അവൻ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നമ്മോട് ചോദിക്കും, നിൻ്റെ ആവശ്യം എന്താണ്? പ്രപഞ്ചത്തിൻ്റെ നാഥനായ മഹാദൈവം നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ആവശ്യം എന്തെന്ന് ചോദിക്കാൻ ദൈവത്തെ നമ്മുടെ അരികിലേക്ക് ഇറക്കുന്ന യാഗമാണ് സ്തോത്രമെങ്കിൽ, കൃപ പ്രാപിച്ച ദൈവദിനത്തിൻ്റെ സ്തോത്രത്തിന് ഈ യോഗത്തിൻ്റെ അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ദൈവകുഞ്ഞുങ്ങൾ അല്പനിമിഷം സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല കർത്താവേ, എല്ലാ പുകഴ്ചകളും എല്ലാ ആദരവുകളും എല്ലാ ആരാധനകളും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഇന്ന് രാത്രി വായിച്ച തിരുവെഴുത്തിനെ പ്രതീക്ഷയോടെ തൃക്കരത്തിൽ ഞങ്ങൾ തരികയാണ്. ഈ വചനത്തിൻ്റെ പൊരുളുകൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് തിരിച്ചു തരുവാൻ ആത്മാവ് തുണ നിൽക്കണമേ. ഈ വചനത്തെ വാഴ്ത്തി വിശുദ്ധീകരിച്ച് ജീവൻ്റെ അപ്പമായിട്ട് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട്, ഈ നാടിനോട് ഇന്ന് രാത്രി അങ്ങ് ഹൃദ്യമായി ഇടപെടണമേ. ചില ഹൃദയത്തിൻ്റെ കവാടങ്ങൾ അങ്ങേക്കായി തുറക്കുവാൻ, ചില ഹൃദയങ്ങളിൽ അങ്ങേ രക്ഷകനും നാഥനുമായി പ്രതിഷ്ഠിക്കുവാൻ, ചിലരുടെ പേരുകൂടെ ജീവൻ്റെ പുസ്തകത്തിൻ്റെ താളിൽ കുറിക്കപ്പെടുവാൻ ഈ രാത്രി മുഴങ്ങുന്ന സന്ദേശത്തിൻ്റെ പിമ്പിൽ അങ്ങയുടെ കരം ചലിക്കണമേ. വചനത്തിൻ്റെ പ്രകാശനങ്ങൾക്ക്, സുവിശേഷത്തിൻ്റെ പ്രകാശനങ്ങൾക്ക് വിരോധമായി ഉയരുന്ന സകല ഉയർച്ചകളെയും അങ്ങ് തന്നെ ശാസിച്ച അന്തരീക്ഷം ഞങ്ങൾക്ക് അനുകൂലമാക്കണം. യേശു മൂലം അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ ഒരു 2 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ഈ രാത്രിയിലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ മൂലഫലകമായിട്ട് നമ്മൾ ഒന്നിച്ചു വായിച്ച വേദഭാഗം നിങ്ങൾക്ക് ഏവർക്കും വളരെ പരിചിതമാണെന്ന് കരുതുന്നു. കർത്താവിൻ്റെ ദാസന്മാർക്ക് ഈ വേദഭാഗങ്ങളേറെ സുപരിചിതമാണ്. എന്നെ സംബന്ധിച്ച് ഈ വചനം ഒരു പുതിയ വചനമൊന്നുമല്ല. ഇതിലെ സന്ദേശവും പുതിയ സന്ദേശമൊന്നുമല്ല. സുവിശേഷ പ്രഭാഷണത്തിന് എനിക്ക് ലഭിക്കുന്ന ഇടങ്ങളിൽ ദീർഘവർഷങ്ങളായി ഞാൻ കൈകാര്യം ചെയ്തു വരുന്ന
ഒരു വചനമാണ് ഈ രാത്രിയിൽ നമ്മൾ ഒന്നിച്ച് വായിച്ചത്. തിമോഥെയോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനമാണ് ഈ രാത്രിയിലെ ധ്യാനത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് തീർച്ചയായിട്ടും ഞാൻ കടക്കാം. അതിനു മുമ്പ് ഈ ലേഖനത്തെക്കുറിച്ച് ആമുഖമായി ഒറ്റ വാക്ക് മാത്രം എൻ്റെ ശ്രോതാക്കളോട് ഒന്നോർപ്പിക്കാം. നിശ്ചയമായും നാം സമയം കണ്ടെത്തി ധ്യാനിക്കേണ്ടിയ വായിക്കേണ്ടിയ ഒരു ലേഖനമാണ് തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനം. കാരണം നമ്മുടെ പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനായി അവൻ്റെ മക്കളായ നമ്മെ ഒട്ടനവധി പ്രത്യാശയിൽ ഒരുക്കി നിർത്തുന്ന ഒരുപാട് പ്രബോധനങ്ങളും ഉപദേശങ്ങളും വിശേഷാലുള്ള കൽപ്പനകളുമൊക്കെ ദൈവാത്മാവ് ധാരാളമായി നിറച്ചു വച്ചിരിക്കുന്ന ഈടുറ്റ ലേഖനമാണ് തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനം. മഹാനായ പൗലോസ് ഏതാണ്ട് 14 ലേഖനങ്ങളാണ് പുതിയ നിയമസഭയ്ക്ക് എഴുതിയിട്ടുള്ളത്. എന്നാൽ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിൽ ഏറ്റവും സമാപനമായി എഴുതിയ ലേഖനമായിട്ടാണ് വേദവ്യാഖ്യാതാക്കൾ തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനത്തെ കാണുന്നത്. അതിൻ്റെ പിമ്പിലെ കാരണം മറ്റുള്ള ലേഖനങ്ങളിലൊന്നും പൗലോസ് പറഞ്ഞിട്ടില്ലാത്തൊരു പ്രധാനപ്പെട്ട വിഷയം തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അത് തൻ്റെ സമ്പത്തിനെക്കുറിച്ചോ താൻ സമ്പാദിച്ച ബിരുദ കൂമ്പാരങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല. അത് തൻ്റെ മരണത്തെക്കുറിച്ചാണ്. അയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ നിര്യാണത്തെക്കുറിച്ചാണ്. അവ മറ്റ് ലേഖനങ്ങളിലൊന്നും പൗലോസ് പ്രതിപാദിച്ചിട്ടില്ലാത്ത ക്രമത്തിൽ തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ പൗലോസ് തൻ്റെ മരണത്തെക്കുറിച്ച് വളരെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് താൻ എഴുതിയ ലേഖന പരമ്പരകളിൽ ഏറ്റവും സമാപനമായി എഴുതിയ ലേഖനമായിട്ടാണ് വേദവ്യാഖ്യാതാക്കൾ തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനത്തെ കാണുന്നത്, പരിഗണിക്കുന്നത്. ഈ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആരംഭ വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. ഈ 2-ാമത്തെ അധ്യായം ശാന്തമായ ഒരു ധ്യാനത്തിന്, പഠനത്തിന് നാം വിധേയമാക്കിയാൽ ഗൗരവമേറിയ 3 പഠന വിഷയങ്ങൾ, പ്രസംഗ വിഷയങ്ങൾ ഈ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ 2-ാം അധ്യായത്തിൽ തലപൊക്കി നിൽക്കുന്ന ഗൗരവമേറിയ 3 വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതിയിൽ ആ 3 വിഷയങ്ങൾ 1, 2, 3 എന്ന ക്രമത്തിൽ നിന്ന് പരിചയപ്പെടുത്തിയിട്ട് ഒരു വിഷയം നിങ്ങളോട് സർവോപരി നാടിനോട് വിളംബരം ചെയ്ത് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവ ഈ 2-ാം അധ്യായത്തിൽ തലപൊക്കി നിൽക്കുന്ന ഗൗരവമേറിയ 3 വിഷയങ്ങളിൽ ഒന്ന് നമ്മുടെ കർത്താവിന് ചെയ്യുവാൻ കഴിയാത്ത 3 കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ഈ 2-ാം അധ്യായത്തിൽ തലപൊക്കി നിൽക്കുന്ന 2-ാമത്തെ വിഷയം ദൈവമക്കളായ നമുക്ക് ലഭ്യമായ 7 സ്ഥാനങ്ങളും ആ 7 സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ടിയ 7 ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ഈ അധ്യായത്തിലെ 3-ാമത്തെ വിഷയം ഗംഭീരമാണ്, സുന്ദരമാണ്. അത് സുവിശേഷം എന്താണ്, എന്തെല്ലാമാണ് എന്നുള്ളതാണ്. അവ ഈ 2-ാം അധ്യായത്തിൽ തലപൊക്കി നിൽക്കുന്ന ഗൗരവമേറിയ 3 വിഷയങ്ങളിൽ 2 വിട്ടുകളഞ്ഞു വെട്ടിച്ചുരുക്കി 3-ാമത്തെ വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ചോദിക്കുന്നത്. സുവിശേഷം എന്താണ്, എന്തെല്ലാമാണ്. അപ്പോൾ ഈ യോഗങ്ങളുടെ 4-ാമത് രാത്രിയിൽ എൻ്റെ പ്രഭാഷണത്തിന് നിങ്ങളുടെ അനുവാദത്തോടെ ഞാനൊരു തലക്കെട്ട് കൊടുക്കുകയാണ്. സുവിശേഷം എന്താണ്, എന്തെല്ലാമാണ്. ഒരുപാട് ബദ്ധപ്പാടുകൾ സഹിച്ച് പരിമിതികളേറെ ഉണ്ടെങ്കിലും സത്യദാസ് പാസ്റ്റർ ഇങ്ങനെ ഒരു യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ പിമ്പിലെ ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സകല ജനത്തിനും രക്ഷയ്ക്ക് കാരണമായ യേശുക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷം ഈ നാടിനോട് വിളംബരം ചെയ്യുക എന്നുള്ളതാണ്. ബദ്ധപ്പാടുകൾ ഏറെ സഹിച്ച് ഏറെ മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഇന്ന് രാത്രിയിൽ ഈ പുൾപിറ്റിൽ ഈ മൈക്കുമായി ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് മറ്റൊന്നും പറയാനല്ല, മറ്റൊന്നിനെക്കുറിച്ചും പറയാനല്ല, സകല ജനത്തിനും രക്ഷയ്ക്ക് കാരണമായ യേശുക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷം ഈ നാടിനോട് വിളംബരം ചെയ്യാനാണ്. എളിയവരിൽ ഏറ്റവും എളിയവനായൊരു സുവിശേഷകൻ എന്ന നിലയിൽ ഇന്ന് രാത്രിയിൽ എനിക്ക് പ്രസംഗിക്കുവാൻ ലഭിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ എന്ത് തന്നെയാണെങ്കിലും
അത് കൺവെൻഷൻ ആണെങ്കിലും, കല്യാണമാണെങ്കിലും, മരണവീടാണെങ്കിലും, കവലയാണെങ്കിലും, എൻ്റെ സന്ദേശത്തിൻ്റെ സിംഹഭാഗ സമയവും സുവിശേഷം മാത്രം കൈകാര്യം ചെയ്യണം എന്നാഗ്രഹിക്കുന്ന എളിയവനിൽ ഏറ്റവും എളിയവനായൊരു സുവിശേഷകൻ എന്ന നിലയിൽ ഇന്ന് രാത്രിയിലും ഏറെ വിശ്വാസങ്ങളുടെ വേരുകൾ ഉറങ്ങിക്കിടക്കുന്ന ഈ നാടിനോട് വിളംബരം ചെയ്യുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഗൗരവമേറിയ വിഷയം അതുതന്നെയാണ്. സുവിശേഷം എന്താണ്? സുവിശേഷം എന്തെല്ലാമാണ്? എന്താണ് സഹൃദയരെ സുവിശേഷം? സുവിശേഷം എന്ന പദത്തിന് വളരെ അർത്ഥസമ്പുഷ്ടമായ നല്ലൊരു ആശയമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. ആ ആശയം നല്ല വാർത്ത എന്നാണ്, ഗുഡ് ന്യൂസ് എന്നാണ്. സുവിശേഷം എന്ന പ്രയോഗത്തിൻ്റെ ആ അർത്ഥം എന്താണ്? നല്ല വാർത്ത. ഇവിടെ എവിടെയാണ് നമുക്ക് നല്ല വാർത്ത കാണാൻ കഴിയുന്നത്? മാധ്യമങ്ങൾ ദൃശ്യമാകട്ടെ, മാധ്യമങ്ങൾ ശ്രവണമാകട്ടെ, അത്ര നല്ല വാർത്തകളൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല. പ്രഭാതത്തിൽ മുറ്റത്ത് പറന്നു വീഴുന്ന പേപ്പർ നിവർത്തി ആർത്തിയോടെ വാർത്ത പരതിയാൽ അത്ര നല്ല വാർത്തകളൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല. പലപ്പോഴും നമ്മെ ആശങ്കപ്പെടുത്തുന്ന, നമ്മെ നിരാശപ്പെടുത്തുന്ന, നമ്മെ സങ്കടപ്പെടുത്തുന്ന, നമ്മെ പരിഭ്രമരാക്കുന്ന ഒരുപിടി ദുരിത ദുഃഖ വാർത്തകളെ കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ആപാദ ചൂടം നിറഞ്ഞു തുളുമ്പുമ്പോൾ ഇതിനകത്ത് നമുക്ക് സന്തോഷം പകരുന്ന, പ്രത്യാശ പകരുന്ന, ആശ്വാസം പകരുന്ന ഒരു നല്ല വാർത്തയുണ്ടെങ്കിൽ നിസ്സംശയം ഉറക്കെ പറയാം, അത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം മാത്രമാണ്. എന്താണ് ഒരുപിടി ദുരിത ദുഃഖ വാർത്തകളുടെ നടുവിൽ സുവിശേഷം ലോകത്തിന് നൽകുന്ന സന്തോഷ വാർത്ത? സിമ്പിളല്ലേ അത്? സുവിശേഷം ലോകത്തിന് നൽകുന്ന സന്തോഷ വാർത്ത ലളിതമാണ്, അത് സിമ്പിളാണ്. അത് ഇത്രയേ ഉള്ളൂ. മനുഷ്യ, നിനക്കൊരു രക്ഷകനുണ്ട്. മനുഷ്യ, നിനക്കൊരു വിമോചകനുണ്ട്. മനുഷ്യ, നിനക്കൊരു ധാരകനുണ്ട്. മനുഷ്യ, നിനക്കൊരു പാപപരിഹാരകനുണ്ട്. ആരാണ് പാപപരിഹാരകൻ? ആരാണ് രക്ഷകൻ? ആരാണ് ഉദ്ധാരകൻ? ആരാണ് വിമോചകൻ? അത് മറ്റാരുമല്ല, സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായ സാക്ഷാൽ നസ്രയനാകുന്ന യേശുക്രിസ്തുവാണ്. ഒരുപടി മുന്നോട്ട് വെച്ചു പറഞ്ഞാൽ, നീ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിലൂടെ ശാശ്വതമായ പരിഹാരമുണ്ട്. നീ രോഗിയാണോ? മരുന്നില്ലാതെ നിന്റെ മാറാരോഗത്തെ പൂർണ്ണമായി സൗഖ്യമാക്കുന്ന ഒരു പരമവൈദ്യനുണ്ട്. മാനസികമായി നീ തകർന്നവനാണോ? നിന്റെ മനസ്സിന്റെ തകർച്ച അടിവേരോടെ പറിച്ചു മാറ്റി ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു ദിവ്യ സമാധാനം നിന്റെ ഹൃദയത്തിൽ പകരാൻ കരുത്തുള്ളൊരു സമാധാനദായകനുണ്ട്. നീ ശപിക്കപ്പെട്ടവനാണോ? നീ പാപഭാരത്താൽ വലയുന്നവനാണോ? ആചാരങ്ങളില്ലാതെ, അനുഷ്ഠാനങ്ങളില്ലാതെ, കർമ്മകാണ്ഡങ്ങളില്ലാതെ നിന്റെ സകല ശാപത്തെയും സകല പാപത്തെയും സൗജന്യമായി പരിഹരിക്കുവാൻ കരുത്തുള്ളൊരു ശാപവിമോചകനുണ്ട്, ഒരു പാപവിമോചകനുണ്ട്. ആരാണ് ആ പാപവിമോചകൻ? ആരാണ് ശാപമോക്ഷകൻ? ആരാണ് സൗഖ്യദായകൻ? ആരാണ് സമാധാനദായകൻ? മറ്റാരുമല്ല, സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായ നസ്രയനാകുന്ന യേശുക്രിസ്തുവാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ഈ ഭൂമിയിൽ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനാകുന്ന യേശുക്രിസ്തുവിലൂടെ ശാശ്വതമായ, ക്രിയാത്മകമായ, അടിസ്ഥാനപരമായ പരിഹാരമുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് സുവിശേഷം ലോകത്തിന് നൽകുന്ന ഗുഡ് ന്യൂസ്. അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതല്ലാതെ മറ്റൊന്നും ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാനില്ല. അപ്പൊ സുവിശേഷത്തിന്റെ സാരസംഗ്രഹത്തെ വാനോളം ഉയർത്തി കാണിക്കുന്ന ഏറ്റവും സൗന്ദര്യമുള്ള മനോഹരമായ ഒരു വാക്യമാണ് ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് വായിച്ചത്. ഒരുമിച്ച് ആ വാക്യം എന്ന് പറഞ്ഞേ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് പിന്നെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. സുവിശേഷത്തെ കുറിച്ച് ഇത്ര ക്രിസ്റ്റൽ ക്ലിയറായി, സുവിശേഷത്തെ കുറിച്ച് ഇത്ര ഉജ്ജ്വലമായി, സുവിശേഷത്തെ കുറിച്ച് ഇത്ര ഉന്നതമായി, സുവിശേഷത്തെ കുറിച്ച് ഇത്ര ആഴമായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വചനം എൻ്റെ അന്വേഷണത്തിൽ ഈ തിരുവെഴുത്തല്ലാതെ വേറെ ഞാൻ കണ്ടിട്ടില്ല. എത്ര പ്രാവശ്യം ഈ വാക്യം വായിച്ചെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏതെല്ലാം ദേശങ്ങളിൽ, ഏതെല്ലാം ഇടങ്ങളിൽ ഈ വാക്യത്തെ ആസ്പദീകരിച്ച് പ്രസംഗിച്ചുവെന്ന് എനിക്ക് നിശ്ചയമില്ല.
ഒരുപക്ഷെ എൻ്റെ പ്രഭാഷണ വേദികളിൽ ഞാൻ ഏറ്റവും അധികം കൈകാര്യം ചെയ്തിട്ടുള്ള വചനങ്ങളിൽ ഒന്നായിരിക്കാം ഇത്. എൻ്റെ വേദപുസ്തക ധ്യാനങ്ങളിൽ ഞാൻ ഏറ്റവും അധികം വായിച്ചിട്ടുള്ളൊരു വചനമായിരിക്കാം ഇത്. സഹൃദയരെ, 100 തവണ ആവർത്തിച്ച് പുനരാവർത്തിച്ച് ഈ വാക്യം വായിച്ചപ്പോൾ ഈ വാക്യത്തിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്താണ് സുവിശേഷം. ഈ വാക്യത്തിലൂടെ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് കാണാൻ കഴിഞ്ഞത്, സുവിശേഷം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച്, ഇതുപോലെ നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവല്ല. സുവിശേഷം എന്ന് പറയുന്നത് കുറച്ച് സുന്ദര സാഹിത്യ പദങ്ങളുടെ കുത്തൊഴുക്കല്ല. സുവിശേഷം എന്ന് പറയുന്നത് കേവലം ദുർബലമായ രണ്ടാശയമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതത്തിനെതിരായിട്ടുള്ള മറ്റൊരു മതത്തിന്റെ പഠിപ്പിക്കലല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഇന്നലകൾ ഈ മണ്ണിൽ ആവിർഭവിച്ച ഒരു പിടി മതങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുവാൻ ഞങ്ങൾ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമല്ല. സുവിശേഷം എന്ന് പറയുന്നത് കേവലം ഒരു മതപ്രസംഗമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതപരിവർത്തനമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു നിർബന്ധിത പരിവർത്തനമല്ല. പിന്നെ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? അത് സാക്ഷാൽ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി മറ്റാരുമല്ല, നസ്രയനാകുന്ന യേശു ക്രിസ്തുവാണ്. അപ്പൊ ഇന്ന് രാത്രി എന്നെ ശ്രമിക്കുന്ന വാത്സല്യ മിത്രങ്ങളെ, ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ വിളംബരം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രത്യയശാസ്ത്രമല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രമല്ല. ഞങ്ങൾ ഇവിടെ വിളംബരം ചെയ്യുന്നത് ഏതെങ്കിലും കാമ്പോ കഴമ്പോ ഇല്ലാത്ത ഒരു പിടി ചരിത്രമല്ല. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ വിളംബരം ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അപ്പൊ സുവിശേഷം നിശ്ചലമായിരിക്കുന്ന വസ്തുവല്ലെങ്കിൽ, സുവിശേഷം സാഹിത്യപദങ്ങളുടെ അടിയൊഴുക്കല്ലെങ്കിൽ, സുവിശേഷം ബലഹീനമായ നാലാശയമല്ലെങ്കിൽ, സുവിശേഷം ഒരു മതപ്രസംഗമല്ലെങ്കിൽ, സുവിശേഷം ഒരു മതപരിവർത്തനമല്ലെങ്കിൽ, സുവിശേഷം എന്ന് പറയുന്നത് സാക്ഷാൽ ഒരേ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി മറ്റാരുമല്ല, നസ്രയനാകുന്ന യേശുക്രിസ്തുവാണ്. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിലൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് സാക്ഷാൽ വിമോചകനും രക്ഷകനും ഉദ്ധാരകനുമാകുന്ന യേശു ക്രിസ്തുവാണെങ്കിൽ, ആ ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്ന 3 കാര്യങ്ങൾ സുവിശേഷത്തിന്റെ ഉൾക്കാമ്പായിട്ട് പൗലോസ് ഈ വാക്യത്തിൽ ഉയർത്തി കാണിക്കുക. അതെന്തൊക്കെയാ? 1, ക്രിസ്തുവിന്റെ ജനനം. 2, ക്രിസ്തുവിന്റെ മരണം. 3, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അതാ ദാവീദിന്റെ സന്തതിയായി ജനിപ്പിച്ചതല്ല, ജനിച്ച് പിന്നെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന. അപ്പോൾ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കുന്നത്, യേശുക്രിസ്തുവിന്റെ ജനനം മാത്രം പ്രസംഗിക്കുന്ന ഇടത്ത് സുവിശേഷം പൂർണ്ണമാകത്തില്ല. യേശുക്രിസ്തുവിന്റെ മരണം മാത്രം പ്രസംഗിക്കുന്ന ഇടത്ത് സുവിശേഷം പൂർണ്ണമാകത്തില്ല. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മാത്രം പ്രസംഗിക്കുന്ന ഇടത്ത് സുവിശേഷം പൂർണ്ണമാകത്തില്ല. യേശുവിന്റെ ജനനവും യേശുവിന്റെ മരണവും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ഒന്നിച്ചു വിളംബരം ചെയ്യുന്ന ഇടത്താണ് സുവിശേഷം പൂർണ്ണമാകുന്നത്, സുവിശേഷം പരിപൂർണമാകുന്നത്. അങ്ങനെങ്കിൽ സുവിശേഷമെന്ന ഉജ്ജ്വലമായ വിഷയത്തിൽ നിന്നുകൊണ്ട് 3 കാര്യമാണ് ഈ നാടിനോട് എനിക്ക് വിളംബരം ചെയ്യാനുള്ളത്. 1, ക്രിസ്തുവിന്റെ ജനനം. 2, ക്രിസ്തുവിന്റെ മരണം. 3, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഇത് 3 പറയുമ്പോൾ ഈ പന്തലിന്റെ കീഴിൽ എന്നെ ശ്രദ്ധിക്കുന്നത് നിത്യതയുടെ പ്രത്യാശകളുടെ ഒരുപിടി ദൈവമക്കളായതുകൊണ്ട് 4മതൊരു കാര്യം പറയാണ്ടിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. അപ്പൊ സുവിശേഷം എന്ന ഗംഭീര വിഷയത്തിൽ നിന്നുകൊണ്ട് 4 കാര്യമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. ക്രിസ്തുവിന്റെ ജനനം, ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ ഉയർപ്പ്, ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. കരമുയർത്തി ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറയാ. എന്താണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത പറയാം, എന്താണ് മരണത്തിന്റെ പ്രത്യേകത പറയാം, എന്താണ് ഉയർപ്പിന്റെ പ്രത്യേകത പറയാം, എന്തിനാണ് അനധിവിദൂര ഭാവിയിൽ മേഘാരൂഢനായി അവിടുന്ന് മടങ്ങി വരാൻ പോകുന്നത്, അതും പറയാം. ഇത്രയും പറഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് ഒരുമിച്ച് പാട്ടുപാടി ആരാധിക്കും കേട്ടോ. അപ്പം ഞങ്ങളങ്ങ് പോകും. ആരാധിച്ചു കഴിഞ്ഞ് നിങ്ങളും പോണം ആശീർവാദത്തോടെ. സന്തോഷമുണ്ടോ? ഓക്കെ.
ഈ രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്നത് സുവിശേഷമാണ്. ഭയങ്കര ശക്തിയാണ് സുവിശേഷത്തിന്. സുവിശേഷത്തിൻ്റെ മുൻപിൽ തകരാത്ത ഒരു കോട്ടകളുമില്ല. സുവിശേഷത്തിൻ്റെ മുമ്പിൽ പൊട്ടി വീഴാത്ത ഒരു ചെങ്ങലകളുമില്ല. സുവിശേഷത്തിൻ്റെ മുമ്പിൽ ഇടിഞ്ഞമരാത്ത ഒരു മതിലുകളുമില്ല. സുവിശേഷത്തിൻ്റെ മുമ്പിൽ തകരാത്തൊരു ദേശത്തിൻ്റെ ആധിപത്യങ്ങളുമില്ല. സുവിശേഷം ശക്തിയോടെ ദേശത്ത് വ്യാപരിക്കുമ്പോൾ ദേശത്തെ വാഴുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ തകരുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഈ പന്തലിനകത്തുണ്ടെങ്കിൽ ആ കരമൊന്നടിച്ച് അല്പ സെക്കൻഡുകൾ ശക്തിയോടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാതെ. സുവിശേഷം ഉയരുമ്പോൾ, സുവിശേഷം പരക്കുമ്പോൾ, സുവിശേഷം വ്യാപിക്കുമ്പോൾ ദേശത്ത് തളം കെട്ടിക്കിടക്കുന്ന പാപത്തിന്റെ കൂരിരുട്ടുകൾ മാറും. ദേശം വെളിച്ചം കാണുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ സത്യം ദേശത്ത് പരക്കുമ്പോൾ പാപത്തിന്റെ ഇരുളുകൾ മാറുമെന്ന് ബോധ്യമുള്ളവർ അക്കരമൊന്നടിച്ചാട്ടെ. എന്താണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത? എന്താണ് മരണത്തിൻ്റെ പ്രത്യേകത? എന്താണ് ഉയർപ്പിൻ്റെ പ്രത്യേകത? എന്തിനാണ് അനധിവിദൂര ഭാവിയിൽ അവിടെ നിന്ന് മേഘാരൂഢനായി പുനരാഗമിക്കാൻ പോകുന്നത്? വേഗം ചിന്തിക്കാം. എന്താണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത? വിശദീകരിക്കുന്നതിന് മുമ്പ് ആമുഖമായ ഒറ്റ കാര്യം പറയാം. യേശുവിനെ പോലെ ജനിച്ച ആരും ഈ ലോകത്തിലില്ല. യേശുവിനെ പോലെ ജനിക്കാൻ ഇനി ഒരുത്തനും ഈ ലോകത്തിൽ അവശേഷിക്കുന്നില്ല. കാലം തെറ്റി ജനിച്ചവനല്ല യേശു, കണക്ക് തെറ്റി ജനിച്ചവനല്ല യേശു. രണ്ടുപേരുടെ സംയോജനത്തിൽ അബദ്ധം പറ്റി ഭൂമിയിൽ പിറന്ന ഒരു പാഴ്ജന്മമല്ല യേശു. പിന്നെ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി അവതരിച്ചവനാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ഒരു പടി മുന്നോട്ട് വെച്ച് പറഞ്ഞാൽ ജനിക്കും മുമ്പ് ഉണ്ടായിരുന്നവരാണ് യേശുക്രിസ്തു. നാമൊക്കെ ജനിച്ച ശേഷമുള്ളവരാ. പ്രഭാഷണം നടത്തുന്ന ഞാനും എൻ്റെ മുമ്പിലിരിക്കുന്ന ആദരണീയരും മുമ്പിലിരിക്കുന്ന ബഹുമാനരും ജനിച്ച ശേഷമുള്ളവരാ. ഒന്നുകൂടെ പറഞ്ഞാൽ ആശയം കൊണ്ടും അധികാരം കൊണ്ടും ആയുധം കൊണ്ടും പ്രപഞ്ചത്തെ സ്വാധീനിച്ച് ഇളക്കി മറിച്ച മഹാന്മാരും മഹാസാമ്രാട്ടുക്കളും മഹാഗുരുക്കന്മാരുമൊക്കെ ജനിച്ച ശേഷമുള്ളവരാ. എന്നാൽ ജനിക്കും മുമ്പുണ്ടായിരുന്നവൻ ഒരേ ഒരുവൻ, അവൻ നസ്രയനാകുന്ന യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് അവനെ ആൽഫ എന്ന് വിളിക്കുന്നത്, ഒമേഗ എന്ന് വിളിക്കുന്നത്, ആദ്യനെന്ന് വിളിക്കുന്നത്, അന്ത്യനെന്ന് വിളിക്കുന്നത്, സർവശക്തൻ എന്ന് വിളിക്കുന്നത്, സർവവ്യാപി എന്ന് വിളിക്കുന്നത്, ഏകരക്ഷകൻ എന്ന് വിളിക്കുന്നത്, കർത്താവ് എന്ന് വിളിക്കുന്നത്. അതേ ജനിക്കും മുമ്പുണ്ടായിരുന്നവൻ യേശുക്രിസ്തു. അവൻ തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമാ. അവൻ അനാദിയും ശാശ്വതവുമായ ദൈവമാണ്. എന്താണ് യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത? വിശദീകരിക്കുന്നതിന് മുമ്പ് ആമുഖമായി ഒറ്റ വാക്ക് പറയാം. യേശുവിനെ പോലെ മരിച്ച ആരും ഈ ലോകത്തിലില്ല. യേശുവിനെ പോലെ മരിക്കാൻ ഇനി ആരും ലോകത്തിൽ അവശേഷിക്കുന്നില്ല. പല നിലകളിൽ മരിച്ചവരുണ്ട്. ആശയങ്ങൾക്ക് വേണ്ടി മരിച്ചവരുണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി മരിച്ചവരുണ്ട്, പ്രസ്ഥാനങ്ങൾക്ക് സമുദായങ്ങൾക്ക് വേണ്ടി മരിച്ചവരുണ്ട്, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടി മരിച്ചവരുണ്ട്, സ്വന്തം കാവൽ ഭടന്മാരുടെ തീതുപ്പുന്ന യന്ത്രത്തോക്കുകൾക്ക് ഇരയായി പിടഞ്ഞു മരിച്ചവരുണ്ട്. അവരുടെ ആരുടെയും മരണത്തെ ഞാൻ വിമർശിക്കുകയല്ല, പരിഹസിക്കുകയല്ല, പുച്ഛിക്കുകയല്ല, ആദരവോടെ ബഹുമാനത്തോടെ മാറി വീക്ഷിക്കുന്നു. എന്നാൽ അവരാരും മരിച്ചതുപോലെയല്ല എൻ്റെ യേശു മരിച്ചത്. അവരുടെ മരണത്തിലൂടെ ഉണ്ടായ നേട്ടം യേശുവിന്റെ മരണത്തിലൂടെ ആ മുഴു ലോകത്തിനും ഉണ്ടായത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുവെന്ന്. എന്താണ് ഇവിടുത്തെ ഉയർപ്പിന്റെ പ്രത്യേകത? വിശദീകരിക്കും മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. മരിച്ചുവെങ്കിലും മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റിന്നും ജീവിക്കുന്ന ഒരേ ഒരുവൻ, അവന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി ഈ പന്തലിലുണ്ടെന്ന്. അത് മറ്റാരുമല്ല, ഈ സുവിശേഷത്തിന്റെ സത്താവിശേഷമായ യേശു ക്രിസ്തു മാത്രമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തെ സ്വാധീനിച്ച എത്രയോ മഹാന്മാരുണ്ട്.
ആശയം കൊണ്ടും അധികാരം കൊണ്ടും ആയുധം കൊണ്ടും ലോകത്തെ പിടിച്ചു കുലുക്കിയ എത്രയോ കരുത്തന്മാരുണ്ട്. അവരൊക്കെ മരിച്ചു. അവരൊക്കെ കാലചക്രത്തിൽ അമർന്നുപോയി. അവരൊക്കെ മരിച്ചു എന്നതിന്റെ തെളിവായി പ്രപഞ്ചത്തിന്റെ പല ഭാഗത്ത് ഇന്ന് രാത്രി അവരുടെ കല്ലറകൾ വായൽ മൂടി മൗനമായി അടഞ്ഞു കിടക്കുമ്പോൾ ലോക ചരിത്രത്തിൽ തുറക്കപ്പെട്ട ഒറ്റ കല്ലറയുള്ളൂ. ആ കല്ലറ എവിടെയാണ്? യെരുശലേമിന്റെ പടിഞ്ഞാറേ ചെരുവിലെ വളർന്ന മാർബിടത്തിൽ ആ കല്ലറയുണ്ട്. ആ കല്ലറയുടെ വാതക്കൽ ഒരു എഴുത്തെഴുതി വെച്ചിട്ടുണ്ട്. അവിടുത്തെ ജനന തീയതിയല്ല, അവിടുത്തെ മരണ തീയതിയല്ല. ആരുടെയും കല്ലറയുടെ വാതക്കൽ ഇല്ലാത്തൊരു വാക്ക് അവിടുത്തെ കല്ലറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ ഇവിടെ ഇല്ല. ആരോ അവനെ എടുത്തുകൊണ്ടുപോയെന്നല്ല, എങ്ങോ ഒളിച്ചിരിക്കുകയാണെന്നല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കൂടിവരവുകളിൽ പാടാറുള്ളത്, ഉലക മഹാന്മാരകിലരും ഒരുപോലെ ഇന്ന് രാത്രി കല്ലറയ്ക്കകത്തുറങ്ങുമ്പോൾ മനുകുലത്തിന്റെ വിമോചനത്തിന് വേണ്ടി മരിച്ചുവെങ്കിലും മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന ഒരേ ഒരു ജയവീരനാണ്. അതിന്ന് രാത്രി നാം ആരാധിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. കരമൊന്നടിച്ചവനെ ആരാധിച്ച് പാതാളം കൊണ്ട്, കല്ലറ കൊണ്ട്, മരക്കുരിശു കൊണ്ട് അസ്തമിച്ചു പോയ ഒരുവനെയല്ല ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. സകല മാനവജാതിയുടെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി മരിച്ചുവെങ്കിലും ഉയർത്തെഴുന്നേറ്റവനെയാണ് ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർക്ക്. അതാ ഞങ്ങളുടെ സുവിശേഷം. അതാ ഞങ്ങളുടെ നല്ല വാർത്ത. ജനനം, മരണം, അടക്കം, ഉയർപ്പ്, പുനരാഗമനം. ഇനിയുള്ള സമയത്തിനകത്ത് ഇത് പറയണം. അപ്പോൾ സുവിശേഷമെന്ന ഉജ്ജ്വലമായ വിഷയത്തിൽ നിന്നുകൊണ്ട് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1, 2 എന്ന ക്രമത്തിൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത്. 1, എന്തിനാണ് യേശുക്രിസ്തു ജനിച്ചത്? 2, എങ്ങനെയാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? ഇത് രണ്ടും പറഞ്ഞെങ്കിലേ യേശുവിൻ്റെ ജനനമെന്ന വിഷയം ഏറെക്കുറെ എനിക്ക് പൂർണ്ണമാക്കാൻ പറ്റൂ. യേശുവിൻ്റെ ജനനമെന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് 2 പ്രധാന കാര്യങ്ങളാണ് ആദ്യം നമ്മൾ 1, 2 എന്ന ക്രമത്തിൽ ധ്യാനിക്കുന്നത്. 1, എന്തിന് യേശുക്രിസ്തു ജനിച്ചു? 2, എങ്ങനെ യേശുക്രിസ്തു ജനിച്ചു? ഈ 2 ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നത് ചരിത്രത്തിൽ നിന്നോ സയൻസിൽ നിന്നോ ഒന്നുമല്ല. എൻ്റെ പ്രസംഗത്തിനും വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും ആധാരമായ പവിത്രവാക്യ സംഹിതയാകുന്ന വിശുദ്ധ തിരുവെഴുത്തിലെ ഏറെ ശ്രദ്ധേയമായ 3 തിരുവചനങ്ങളിലൂടെ ഈ 2 ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു എന്തിന് ജനിച്ചു? ഇന്നേക്ക് 2026 ആണ്ടുകൾക്കപ്പുറം മഹാദൈവമായവൻ, കർത്താവായവൻ മഹത്വമെല്ലാം ഉരിഞ്ഞുകളഞ്ഞ് മാനവാകാരം സ്വീകരിച്ച് വിണ്ണിനോട് വിട പറഞ്ഞ് പാപം നിറഞ്ഞ ഈ മണ്ണിൽ എന്തിന് അവനൊരു മനുഷ്യനായി ജനിച്ചു? എങ്ങനെ അവൻ ഈ ലോകത്തിൽ ജനിച്ചു? അവൻ എന്തിന് ജനിച്ചു എന്ന ചോദ്യത്തിന് 2 വചനം ഞാൻ പറയാം. എങ്ങനെ ജനിച്ചുവെന്ന ചോദ്യത്തിന് 1 വചനം ഞാൻ പറയാം. അത് നിങ്ങൾ ആരെങ്കിലും വായിക്കണം. ഇപ്പോൾ അല്ല, പുറകാലേ. അപ്പോൾ യേശു എന്തിന് ജനിച്ചു എന്ന ചോദ്യത്തിന് ഒരു മറുപടിയായിട്ട് 2 വചനം ഞാൻ പറയാം. നിങ്ങൾക്കൊരു പക്ഷേ ആ ബൈബിൾ, ആ വചനങ്ങൾ പരിചിതമായിരിക്കാം. കേട്ടേ, ഈ മത്തായി സുവിശേഷത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോഴേ യേശുക്രിസ്തുവിൻ്റെ മാതാപിതാക്കളാകാൻ ഭാഗ്യം ലഭിച്ച മറിയോടും ജോസഫിനോടും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞിട്ടുള്ള പ്രാവചനിക ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. യേശുവിൻ്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച സാക്ഷാൽ മറിയയുടെ ഒരിക്കൽ സർവശക്തനായ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് മറിയോട് പറയുകയാണ്, കൃപ ലഭിച്ചവളെ, ബാക്കി നിനക്ക് വന്ദനം. നനയ്ക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായി വന്ദനോസരം കേട്ട മറിയ ഞെട്ടിത്തരിച്ചുപോയി. ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന മറിയ കണ്ടത് തേജോമയനായ ദൈവത്തിന്റെ തേജോമയനായ ദൂതനെയാണ്. ദൂതന്റെ വന്ദനോസരം കേട്ട് ഞെട്ടിത്തിരിച്ചു നിൽക്കുന്ന മറിയോട് വന്ദനത്തിന്റെ പുറകെ ദൂതൻ ഒരു ദൂത് പറഞ്ഞു. ആ ദൂതെന്താ? നീ
ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആ മകൻ ആരാ? ഗ്രന്ഥകാരനല്ല, ചരിത്രകാരനല്ല, തീർത്ഥാടകനല്ല, സത്യാന്വേഷകനല്ല, സാഹിത്യകാരനല്ല. ആ മകനാരാ? തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് രക്ഷകനെന്നർത്ഥം വരുന്ന യേശു എന്ന് നീ അവന് പേർ വിളിക്കണം. കരമുയർത്തി ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രണ്ടാമത്തെ വചനം നമുക്ക് ഹൃദയസ്ഥമാണ്. മനുഷ്യരുടെ പാപങ്ങളിൽ നിന്നും അവരെ രക്ഷിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും ബാക്കി എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. പറയുമ്പോൾ എൻ്റെ സിരകളിൽ ആവേശത്തിൻ്റെ അഗ്നി അങ്ങ് വാനോളം ആളിപ്പടരുകയാ. എന്തോ ഒരു ആവേശം എന്നിൽ ഉളവാക്കിയ ഒരു വചനമാണെന്നറിയാമോ? മനുകുലത്തിൻ്റെ ഏത് കോണിലും മാനവനായി പറന്ന ഏത് മനുഷ്യനും തള്ളിക്കളയാനല്ല, തിരസ്കരിപ്പാനല്ല, അംഗീകരിപ്പാൻ യോഗ്യമായ ഉജ്ജ്വലമായ ഒരു വചനമാണ്. മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഈ രണ്ട് വചനം അങ്ങോട്ട് ചേർത്ത് വെച്ച് അപഗ്രഥിച്ചപ്പോൾ, പഠിച്ചപ്പോൾ 2026 വർഷങ്ങൾക്കപ്പുറം യേശുക്രിസ്തു ഈ ലോകത്തിൽ എന്തിന് ജനിച്ചുവെന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടി. കാലത്തിന്റെ സമ്പൂർണതയിൽ കാലഘട്ടത്തെ രണ്ടായി തിരിച്ച് കന്യകാമറിയത്തിന്റെ ഉദരം കടമെടുത്ത് കാലത്തിന്റെ കതിരവനും കരുണാമയനായ ക്രിസ്തു ഈ ലോകത്തിൽ എന്തിന് ജനിച്ചുവെന്ന ചോദ്യത്തിന് ഈ രണ്ട് വാക്യത്തിലൂടെ എനിക്ക് ഉത്തരം കിട്ടി. പറയട്ടെ. ഒന്ന്, ദൈവത്തെ വെളിപ്പെടുത്താൻ. രണ്ട്, പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുക്രിസ്തു എന്തിനായി ലോകത്തിൽ ജനിച്ചത്? രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, ദൈവത്തെ വെളിപ്പെടുത്താൻ. രണ്ട്, പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ. അപ്പൊ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹൃദയരെ, ദൈവത്തെ വെളിപ്പെടുത്താനായി, പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാനായി ലോകത്തിൽ അവതരിച്ച ഏക അവതാരം ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനാകുന്ന യേശുക്രിസ്തുവാണെങ്കിൽ അവനെ കുറിച്ചുള്ള സന്ദേശത്തിന്റെ സത്താവിശേഷം ഞങ്ങൾ ലോകത്തോട് ഉറക്കെ പറയും. എന്താ? മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചത് എന്തിനാ? ദൈവത്തെ വെളിപ്പെടുത്താൻ. ഉറക്കെ ഒന്ന് പറഞ്ഞേ. ദൈവത്തെ വെളിപ്പെടുത്താൻ. ഉറക്കെ പറഞ്ഞു. എന്തിനാ വന്നേ? ഞാൻ പറയുന്ന മലയാളം അറിയാമല്ലോ അല്ലേ? തമിഴിൽ പറയണോ? യേശുക്രിസ്തു ലോകത്തിൽ വന്നത് എന്തിനാണ്? ഒന്ന്, ദൈവത്തെ വെളിപ്പെടുത്താൻ. ഉറക്കെ ഒന്ന് പറഞ്ഞേ. ആ പുറകെ ഇരിക്കുന്നവർ മിണ്ടുന്നില്ല. ഉറക്കെ ഒന്ന് പറഞ്ഞേ. ഏത് ദൈവത്തെ? സത്യദൈവത്തെ. ഏത് ദൈവത്തെ? സനാതനനാകുന്ന ദൈവത്തെ. ഏത് ദൈവത്തെ? സൽഗുണ സമ്പൂർണനാകുന്ന ദൈവത്തെ. ഏത് ദൈവത്തെ? ഉദ്ധാരകനായ ദൈവത്തെ. ഏത് ദൈവത്തെ? വിമോചകനായ ദൈവത്തെ. ഏത് ദൈവത്തെ? ആരാധനായ ദൈവത്തെ. ഏത് ദൈവത്തെ? രക്ഷകനായ ദൈവത്തെ. ഏത് ദൈവത്തെ? താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഉന്നതനായ ദൈവത്തെ വെളിപ്പെടുത്താനാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. ദൈവത്തെ വെളിപ്പെടുത്താൻ അനന്തത വെടിഞ്ഞ് താണ ലോകത്തിൽ വന്ന ക്രിസ്തു എന്താ ചെയ്തത്? ദൈവത്തെ വെളിപ്പെടുത്താൻ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിട്ട് കുറച്ച് പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ട് പോയില്ല. കുറെ പ്രഭാഷണ പരമ്പരകൾ നടത്തിയിട്ട് പോയില്ല. വിപ്ലവകരമായ കുറെ സെമിനാറുകൾ നടത്തിയിട്ട് പോയില്ല. കുറെ ബന്ധോ ഹർത്താലോ സമര പരിപാടികളോ റാലിയോ സംഘടിപ്പിച്ചിട്ട് മടങ്ങിയില്ല. ദൈവത്തെ വെളിപ്പെടുത്താൻ അനന്തത വെടിഞ്ഞ് ഈ താണഭൂമിയിൽ ആഗമിച്ച ക്രിസ്തു എന്താ ചെയ്തത്? 2000 കൊല്ലങ്ങൾക്കപ്പുറം പാലസ്തീനിൽ നിന്നുകൊണ്ട് മാറത്ത് തട്ടി സകല ലോകത്തോടും ഇപ്രകാരം പറഞ്ഞു: എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. അടുത്തത് എന്നിലൂടെ അല്ലാതെ പിതാവിങ്കിലേക്ക് ആർക്കും പ്രവേശനമില്ല. ആമേൻ.
2026 ആണ്ടുകൾക്കപ്പുറം പാലസ്തീനിൽ മുടങ്ങി ലോകത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ച ആ വിളംബരത്തിന്റെ യഥാർത്ഥ ആശയമെന്ന എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ ആ വിളംബരത്തിന്റെ ആശയം ദൈവത്തെ കാണണോ, ഒരേ ഒരു വഴി യേശുക്രിസ്തുവാകുന്ന ഞാൻ മാത്രം, എന്നിലൂടെയല്ലാതെ പിതാവിങ്കിലേക്ക് ആർക്കും പ്രവേശനമില്ല. ആ വിളംബരത്തിന്റെ ആശയം എന്താ? ദൈവത്തിങ്കിലേക്ക് പ്രവേശിക്കണോ, ഒരേ ഒരു വഴി യേശുക്രിസ്തുവാകുന്ന ഞാൻ മാത്രം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 2 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്നുകൂടെ, ദൈവത്തെ കാണാൻ സ്നേഹിതരെ ഒരേ ഒരു വഴി യേശുക്രിസ്തു. ദൈവത്തിങ്കലേക്ക് പ്രവേശിക്കാൻ ഒരേ ഒരു വഴി യേശുക്രിസ്തു. ഇന്ന് രാത്രി ദൈവത്തെ അന്വേഷിച്ച് തിരയുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിയിലുണ്ടോ? ദൈവത്തെ അന്വേഷിച്ച് അലയുന്ന ആരെങ്കിലും ഈ ലൈവിലുണ്ടോ? കവി പണ്ട് പാടി, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂമിയിൽ എങ്ങുമില്ല ആര്? ഈശ്വരൻ. മാർക്കറ്റിൽ നിന്നും ജോലി കഴിഞ്ഞ് വരുന്ന പിതാവ് മൺകുടം മേടിച്ചുകൊണ്ട് വന്നു. പിതാവിൻ്റെ കൊച്ചുമകൻ പിതാവിൻ്റെ കയ്യിൽ നിന്നും മൺകുടം മേടിച്ചിട്ട് ചോദിച്ചു, എത്ര മനോഹരമായ മൺകുടമാണ് അപ്പൂപ്പ ഇത്, ആരാ ഉണ്ടാക്കിയത്, എവിടുന്നാ മേടിച്ചത്? കൊച്ചുമകനെ ചേർത്ത് നിർത്തി വല്യപ്പൻ പറഞ്ഞു, ചന്തയിലെ കുശവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാ മോനെ. ആ കുടം അവനെടുത്ത് ഉയർത്തി നോക്കിയിട്ട് എത്ര സുന്ദരമാ, എത്ര നയനം മനോഹരമാണ്. അവൻ ആ കുടവുമായി ഓടി വീട്ടിനകത്ത് ചെന്നിരുന്ന് കൊച്ചു മടിത്തട്ടിൽ കുടം വെച്ചിട്ട് കുറേ നേരം അതിനകത്തോട്ടിങ്ങനെ നോക്കി. ഇവന്റെ നോട്ടം കണ്ടിട്ട് അപ്പൻ അടുത്ത് വന്ന് ചോദിച്ചു, മോനെ കുറെ നേരമായിട്ട് നീ കുടത്തിനകത്ത് നോക്കുന്നു, എന്താ നിന്റെ ടോയ്സ് വല്ലതും കളിപ്പാട്ടം വല്ലതും കുടത്തിനകത്ത് പോയോ? കുഞ്ഞു കണ്ണുകൾ കൊണ്ട് വല്യപ്പനെ നോക്കിയിട്ട് കൊച്ചു പറഞ്ഞു, എൻ്റെ കളിപ്പാട്ടമൊന്നും കുടത്തിനകത്ത് പോയിട്ടില്ല, പിന്നെ എന്താണ് ഈ കുടത്തിനകത്ത് തിരയുന്നത്? കൊച്ചു പറയുക, മനോഹരമായ നയന മനോഹരമായി കൊച്ചു കുടം നിർമ്മിച്ച ആ കുശവന് കുടത്തിനകത്തെങ്ങാനും ഉണ്ടോന്ന് ഞാൻ നോക്കിയത് അപ്പച്ച. അവന്റെ മടിയിൽ നിന്നും കുടമെടുത്ത് താഴെ വെച്ച് അപ്പനവനെ വാരി പുണർന്നിട്ട് പറഞ്ഞു, മോനെ സുന്ദരമായ നയന മനോഹരമായി ഈ മൺകുടം കൈകൊണ്ട് ചമച്ച കുശവൻ ഈ കുടത്തിന് അധീനനായതുകൊണ്ട് ഈ കുടത്തിനകത്തവൻ വസിക്കുന്നില്ല, ഈ കുടത്തിനകത്തവനെ നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. ആകാശവും ഭൂമിയും സ്വർഗവും ശ്രമിച്ച സർവശക്തനായ ദൈവം ഇവയ്ക്ക് നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ ഓരോരിടങ്ങളിലും പരമോന്നതനായ ദൈവം വസിക്കുന്നില്ല. ഇന്ന് രാത്രി ചോദ്യത്തിന്റെ ഉത്തരത്തിന്, പ്രശ്നത്തിന്റെ പരിഹാരത്തിന്, അന്വേഷണത്തിന്റെ കണ്ടെത്തലിന്, ശാപത്തിന്റെ മോക്ഷത്തിന്, പാപത്തിന്റെ വിമോചനത്തിന് ഒരു സത്യദൈവത്തെ തേടി അവനിവിടെ പല കോണുകളിലും അന്വേഷിച്ച് നടക്കുന്ന ഏതെങ്കിലും സ്നേഹനദികളായ സത്യാന്വേഷികൾ ജൂരത്തോ ചാരത്തോ ലൈവിലോ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, സ്നേഹിത, നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിനും നിന്റെ അന്വേഷണത്തിന്റെ കണ്ടെത്തലിനും നിന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിനും നിന്റെ ശാപത്തിന്റെ പാപത്തിന്റെ വിമോചനത്തിനും അവനിവിടെ പല കോണുകളിലും നാളുകളായി നീ തേടി അന്വേഷിച്ച് നടക്കുന്ന ആ സത്യദൈവത്തെ ഇന്ന് രാത്രി തിരുവഴുത്തിലൂടെ ഞാൻ ഉയർത്തി കാണിക്കാം. ആ സത്യദൈവം ആരാ? ആ സത്യദൈവം കേവലം ഒരു മനുഷ്യനല്ല, ആ സത്യദൈവം കേവലം ഒരു മൃഗമല്ല, ആ സത്യദൈവം കേവലം ഒരു പറവയല്ല, ആ സത്യദൈവം കേവലം ഒരു ഇടജാതിയല്ല, ആ സത്യദൈവം കേവലം ഒഴുകുന്നൊരു പുഴയല്ല, ആ സത്യദൈവം കേവലം ഒരു കൂറ്റൻ വടവൃക്ഷമല്ല, ആ സത്യദൈവം കേവലം ഒരു കൂറ്റൻ പർവ്വതമല്ല, ആ സത്യദൈവം സൂര്യചന്ദ്ര ഗോളാദി ഗോളമല്ല, ആ സത്യദൈവം അത്രേ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന വിമോചകനും രക്ഷകനും നിസ്തുല്യനുമാകുന്ന കർത്താവായ യേശുക്രിസ്തു. കരമടിച്ചവനെ ഒന്ന് ആരാധിച്ചേ. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനല്ലാതെ വിമോചകൻ, അവനല്ലാതെ രക്ഷകൻ, അവനല്ലാതെ ഉദ്ധാരകൻ, അവനല്ലാതെ പ്രശ്നപരിഹാരകൻ, അവനല്ലാതെ പാപമോചകൻ ഇന്ന് രാത്രി ആരുണ്ട്? അതുകൊണ്ട് ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന മിത്രമേ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം നേടുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അന്വേഷണത്തിൽ കണ്ടെത്തൽ പ്രാപിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, ശാപത്തിൽ നിന്നും മോക്ഷം പ്രാപിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, പാപത്തിൽ നിന്നും വിമോചനം പ്രാപിക്കുക. അവൻ നിന്റെ സകല ചോദ്യത്തിനും ഉത്തരം, അവൻ നിന്റെ സകല അന്വേഷണത്തിനും കണ്ടെത്തൽ, അവൻ നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരകൻ, അവൻ നിന്റെ സകല ശാപത്തിനും മോക്ഷകൻ, അവൻ നിന്റെ സകല പാപത്തിനും പരിഹാരകൻ. ആ ക്രിസ്തുവിലൂടെ
ക്രിസ്തുവിലൂടെ പ്രശ്നത്തിന്റെ പരിഹാരം നേടിയ, ആ ക്രിസ്തുവിലൂടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയ, ആ ക്രിസ്തുവിലൂടെ ശാപത്തിനും പാപത്തിനും മോചനം പ്രാപിച്ച, ആ ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ പരിപൂർണത വ്യക്തമായി തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഇന്ന് രാത്രി ഈ പന്തലിന്റെ കീഴിലുണ്ടെങ്കിൽ കരമുയർത്തി ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറയാ. അന്വേഷിച്ചു ഞങ്ങൾ പലയിടത്തും, തിരഞ്ഞു ഞങ്ങൾ പലയിടത്തും. ഞങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന്, ഞങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിന്, ഞങ്ങളുടെ പാപശാപ വിമോചനത്തിന് ഞങ്ങൾ സേവിച്ചതും ഭജിച്ചതും നമിച്ചതും പിഞ്ചെന്നതുമായ സകല ശക്തികളും സകല മധ്യസ്ഥരും സകല വ്യക്തികളും സകല സാധ്യതകളും ഞങ്ങളെ കൈവിട്ടപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തന്നത്, ഞങ്ങളുടെ അന്വേഷണത്തിന് കണ്ടെത്തൽ തന്നത്, ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തന്നത്, ഞങ്ങളുടെ പാപത്തിന് മോക്ഷം തന്നത്, ഞങ്ങൾക്ക് ദിവ്യ സമാധാനം തന്നത്, ഞങ്ങൾക്ക് നിത്യജീവൻ തന്നത്, ഞങ്ങൾക്ക് നിത്യരക്ഷ തന്നത്, ഞങ്ങൾ വിശ്വസിച്ച പ്രത്യയശാസ്ത്രമല്ല, ഞങ്ങൾ പിടിച്ച കൊടികളല്ല, ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യമല്ല, ഞങ്ങൾ മുട്ടിയ ഇടങ്ങളല്ല, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്ന ഒരേ ഒരുവൻ അത് യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ ലോകത്തോട് പറയും, യേശു ക്രിസ്തു ഏക രക്ഷകൻ. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാ. ദൈവത്തെ വെളിപ്പെടുത്താനായി ഇങ്ങോട്ട് വന്നത്. പിന്നെന്തിനാ വന്നത്? പാപിയെ രക്ഷിക്കാൻ. പാപിയെ രക്ഷിക്കാൻ ഈ ലോകത്തിൽ വന്നിട്ട് യേശു എന്താ ചെയ്തത്? പുസ്തകം എഴുതിയിട്ട് പോയില്ല, പാട്ടുകൾ എഴുതിയിട്ട് പോയില്ല, പ്രഭാഷണ പരമ്പരകൾ തീർത്തിട്ട് പോയില്ല, സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ട് പോയില്ല. പാപിയെ രക്ഷിക്കാൻ ഈ ലോകത്തിൽ വന്നിട്ട് എന്താ ചെയ്തത്? ആരും ചെയ്യാത്തൊരു കാര്യം അവിടുന്ന് ചെയ്തു. എന്താ? സകല മനുഷ്യന്റെയും പാപം അവിടുന്ന് ഏറ്റെടുത്തു. സ്തോത്രം. സകല മനുഷ്യന്റെയും പാപം അവിടുന്ന് ഏറ്റെടുത്തു. ക്രിസ്ത്യാനികളുടെ പാപം മാത്രമല്ല, മറ്റേതെങ്കിലും ഒരു വിഭാഗക്കാരന്റെ പാപം മാത്രമല്ല, സകല മനുഷ്യന്റെയും പാപം. അതുകൊണ്ടാണ് അവന്റെ തിരുപ്പിറവിയിൽ ഒരു ശബ്ദമുയർന്നത്, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ ക്രിസ്തു ലോകത്തിൽ വന്നിട്ട് എന്താ ചെയ്തത്? സകല മനുഷ്യന്റെയും പാപം അവിടുന്ന് ഏറ്റെടുത്തു. സകല മനുഷ്യന്റെയും പാപത്തിന്റെ ശിക്ഷ അവിടുന്ന് അനുഭവിച്ചു. സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ ക്രൂശിൽ മരിച്ചു. ഇന്ന് രാത്രിയില് ഏത് പാപിക്കും യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെയുള്ള വിശ്വാസത്താൽ സൗജന്യമായ പാപമോചനമുണ്ട്. അതാ ബൈബിൾ പറയുന്നത്, അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും, ബാക്കി പറഞ്ഞേ, ഹിമം പോലെ അതിനെ വെണ്മയാക്കാൻ യേശുവിൻ്റെ രക്തത്തിന് ഇന്ന് രാത്രി ശക്തിയുണ്ട്. പാപത്തിന്റെ ഭാരം കൊണ്ട് വലയുന്ന ആരെങ്കിലും ഉണ്ടോ? പാപത്തിന്റെ ഭാരം കൊണ്ട് പിടയുന്ന ആരെങ്കിലും ഉണ്ടോ? ജന്മകർമ്മ പാപത്തിന്റെ പരിഹാരത്തിന് സേവിച്ചതും ഭജിച്ചതും നമിച്ചതും പിഞ്ചെന്നതുമായ സകല ശക്തികളാലും കൈവിടപ്പെട്ട് പാപത്തിന്റെ വിഴുപ്പ് ചുമ്മി പാപത്തിന്റെ ഭാരമേറിയ പാണ്ഡം വഹിച്ച് ജീവിതത്തിന്റെ നാൽക്കവലയിൽ ഉടഞ്ഞ പാത്രം പോലെ രക്ഷപ്പെടുവാൻ കഴിയാതെ തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നെ വലയ്ക്കുന്ന പാപബന്ധനങ്ങളിൽ നിന്നും എനിക്കൊരു വിമോചനമില്ല എന്ന് സ്വയം വിധിച്ച് ഉടഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്നേഹിതോ, നിന്റെ വർഗമേതാണെങ്കിലും, നിന്റെ വർണ്ണമേതാണെങ്കിലും, നിന്റെ പശ്ചാത്തലം ഏതാണെങ്കിലും, ഒരു ആചാരവുമില്ലാതെ, ഒരു കർമ്മങ്ങളുമില്ലാതെ, ഒരു പണവും മുടക്കാതെ സൗജന്യമായി നിന്റെ സകല പാപത്തെയും പരിഹരിക്കുവാൻ കരുത്തുള്ള ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഞങ്ങൾ പരസ്യമായി ഉയർത്തുന്നു. അവനാണ് നസറയനാകുന്ന യേശു ക്രിസ്തു. അവനായി ഹൃദയം തുറക്കാൻ ആരുണ്ട്? അവന്റെ ബലിമരണത്തിൽ വിശ്വസിക്കാൻ ആരുണ്ട്? യേശുവേ, ഞാൻ പാപിയാണ്, എന്റെ പാപത്തിന് ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥാനത്ത്
എൻ്റെ പാപം മുഴുവൻ അങ്ങ് ഏറ്റെടുത്തു. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അങ്ങ് ഏറ്റെടുത്തു. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു. അവിടുത്തെ ബലിമരണം എൻ്റെ പാപത്തിൻ്റെ മോചനമായി വിശ്വസിക്കുന്നു. അങ്ങേക്കായി എൻ്റെ ഹൃദയത്തെ തുറക്കുന്നുവെന്ന് ആഗ്രഹിക്കുന്ന ആരുണ്ട്? വൈകല്ലേ, ഇതാ രക്ഷാ ദിവസം, ഇതാ സുപ്രസാദകാലം, ഇതാ രക്ഷകൻ നിന്റെ ചാരേ. അവനായി ഇന്ന് രാത്രി ഹൃദയം ഒന്ന് തുറന്നു കൊടുത്താട്ടെ. ആ ഭാഗ്യം ലഭിച്ചവർ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാ. അപ്പൊ യേശു ഈ ലോകത്തിൽ ജനിച്ചത് എന്തിനാണ്? ദാവീദിന്റെ സന്തതിയായി ജനിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചത് അവൻ്റെ ജനനത്തെക്കുറിച്ചാണ്. 2 ചോദ്യമുണ്ട്. ഒന്ന്, എന്തിന് ജനിച്ചു? 2, എങ്ങനെ ജനിച്ചു? എന്തിന് ജനിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ തന്നത്. ദൈവത്തെ വെളിപ്പെടുത്താനും പാപിയെ രക്ഷിക്കാനും. അതിൻ്റെ ശരിക്കുള്ള യാഥാർത്ഥ്യം അതാണ്. കർത്താവ് ഈ ലോകത്തിൽ വന്നത് മതസ്ഥാപനത്തിനോ രാഷ്ട്രസ്ഥാപനത്തിനോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനോ പ്രസ്ഥാനം പടുത്തുയർത്താനോ ഒന്നുമല്ല. ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ദൈവത്തെ വെളിപ്പെടുത്താനും പാപിയെ രക്ഷിക്കാനും. അപ്പോൾ ദൈവത്തെ വെളിപ്പെടുത്താനും പാപിയെ രക്ഷിപ്പാനുമാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നതെങ്കിൽ അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞു നിർത്താം. എങ്ങനെയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്? എങ്ങനെയാണ് യേശു ഈ ലോകത്തിൽ വന്നത്? എല്ലാവരും വന്നതുപോലെയല്ല യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. എങ്ങനെയാണ്? ഒരു വാക്യം ഒന്ന് വായിക്കണേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ താപ്പോട്ടുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി ഒന്ന് വായിച്ചാട്ടെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ താപ്പോട്ടുള്ള വചനങ്ങൾ യേശു ക്രിസ്തു ലോകത്തിൽ എങ്ങനെ വന്നു എന്ന ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരമാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇങ്ങനെയാണ് യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചത്. പാപിയെ രക്ഷിപ്പാനാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നതെങ്കിൽ ജനിച്ചതെങ്കിൽ എങ്ങനെയാ ജനിച്ചത്? ഇങ്ങനെയാ ജനിച്ചത്. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. പിന്നെ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. യേശുക്രിസ്തു ലോകത്തിലേക്ക് എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് ഇതിൽ പരം കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ മറ്റാരും എഴുതിയിട്ടില്ല. പൗലോസ് അത്ര കൃത്യമായിട്ട് എഴുതിയത്. ഈ ലോകത്തിലേക്ക് എങ്ങനെയാണ് അവൻ വന്നത്? ദൈവരൂപത്തിൽ ഇരിക്കെ. ഈ ലോകത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നത്? ഉറക്കെന്ന് പറഞ്ഞേ. ദൈവരൂപത്തിലിരിക്കെയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത്. ദൈവരൂപത്തിലിരിക്കെ. പൂവായോ പുഴുവായോ പൂമ്പൊടിയായോ പൂമ്പാറ്റയായിട്ടൊന്നുമല്ല, ദൈവരൂപത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ പൂർവാസ്തിക്യത്തെക്കുറിച്ച് എത്ര കൃത്യമായിട്ടാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാപിയെ രക്ഷിപ്പാൻ, ദൈവത്തെ വെളിപ്പെടുത്താൻ സർവശക്തനായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവിടുന്ന് എങ്ങനെയാണ് ഇരുന്നത്? ദൈവരൂപത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവമായിരിക്കെ. അത്രയും പറഞ്ഞ ഭാഗം ഞാൻ വിടുക. ദൈവമായിരിക്കുകയാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് വരുന്നത്. അപ്പോൾ ദൈവരൂപത്തിൽ ഇരിക്കേ എന്ന് പൗലോസ് പറയണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും പൗലോസ് ദൈവരൂപത്തിൽ യേശുവിനെ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്താ ദൈവത്തിൻ്റെ രൂപം? ഭക്തനാകുന്ന ഇയ്യോബ് പറഞ്ഞത്, ഞാൻ അവനെ കണ്ടിട്ടില്ല, അവനെക്കുറിച്ചൊരു കേൾവി മാത്രമേ. ദൈവത്തെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? ദൈവത്തെ നമ്മുടെ മാംസളമായ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. മോശയെ ഒരു പാറയുടെ പിളർപ്പിൽ നിർത്തിയിട്ട് കരം കൊണ്ട് മറച്ച് മോശയുടെ മുൻപിലൂടെ അവിടുന്ന് മിന്നായം പോലെ മാഞ്ഞു. മഹാദൈവത്തിന്റെ പിൻഭാഗം മോശ കണ്ടപ്പോൾ മരിച്ചവനെ പോലെയായെങ്കിൽ സർവശക്തനായ ദൈവത്തെ നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. അതാ ഇയ്യോബ് പറഞ്ഞത്, ഞാൻ അവനെ കണ്ടിട്ടില്ല, ഞാൻ അവനെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. ദൈവത്തെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ദൈവത്തെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ആർക്കും കാണാൻ പറ്റത്തില്ല. 34 വർഷമായിട്ട് 33 വർഷമായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് വരെ ഞാൻ അവനെ കണ്ടിട്ടില്ലെന്ന്. സാർ കണ്ടിട്ടുണ്ടോ?
33-34 വർഷമായിട്ട് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു, ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടില്ല. കാര്യം എൻ്റെ മാംസലമായ കണ്ണുകൾ കൊണ്ട് എനിക്ക് അവനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാ ദിവസവും ഞാൻ അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അവൻ്റെ പരിപാലനം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അവൻ്റെ കരുതലുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അവൻ്റെ കൃപകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ എൻ്റെ പച്ചക്കണ്ണുകൊണ്ട് ഞാൻ അവനെ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ അകത്തൊരു നിറഞ്ഞ പ്രത്യാശയുണ്ട്, ഒരിക്കൽ ഞാൻ അവനെ കാണും. ആ പ്രത്യാശയുള്ളവർ കരമൊന്നടിച്ചാട്ടെ. ഇയ്യോബിന്റെ ഭാഷയെ പറഞ്ഞാൽ അന്യന്റെ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണാൽ. ഒരിക്കൽ ഞാൻ എൻ്റെ കർത്താവിനെ കാണുമെന്ന് ഉറപ്പുള്ളവരുടെ കരങ്ങളൊന്ന് ചലിക്കട്ടെ. അവരെൻ്റെ കണ്ണുകൊണ്ടല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ ഒരിക്കൽ ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണുമെന്ന് അകതാരിൽ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമടിച്ചു പ്രത്യാശയോടെ ആ കർത്താവിനെ ഒന്ന് ആരാധിച്ച് ഒരിക്കൽ നമ്മൾ അവനെ കാണും. ആ ദിവസം എത്ര സുന്ദരമാണ്, ആ ദിവസം എത്ര ആനന്ദമാണ്. കഴിഞ്ഞ മാസം ഞാനൊരു മറ്റൊരു രാജ്യത്ത് ഒരു പ്രസംഗത്തിനായിട്ട് പോയി. 7-8 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങൾ അവസാനിപ്പിച്ചിട്ട് 10 ദിവസം അടുക്കാറായപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരികയാണ്. എന്നെ എതിരേൽക്കാൻ വന്നത്, എന്നെ കൊണ്ടുപോകാൻ വന്നത് എൻ്റെ ഭാര്യയും എൻ്റെ 3 മക്കളുമാണ്. അവർ ഞാൻ വരുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എന്നെ കാത്തു നിൽക്കുക. എൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് അവർക്കറിയാം. അപ്പോഴേ ഞാൻ മെസ്സേജ് അയച്ചു, ഞാൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങും. 10 ദിവസത്തിന് ശേഷം എന്നെ കാണാൻ എൻ്റെ പ്രാണൻ്റെ പാതിയാകുന്ന ഭാര്യയും എൻ്റെ ചോരയിൽ പിറന്ന 3 കുഞ്ഞുങ്ങളും പ്രതീക്ഷയോടെ എയർപോർട്ടിന് വെളിയിൽ കാത്തു നിൽക്കുക. അപ്പം തേണ്ടേ ഞാൻ അകത്തു നിന്നും പുറത്തേക്ക് എൻ്റെ ലഗേജുമായി വരികയാണ്. എയർപോർട്ടിന് വെളിയിലേക്ക് പിക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞാൻ ട്രോളിയിൽ എൻ്റെ ബാഗും വെച്ച് അതുമുരുട്ടി നടന്നു വരുമ്പോൾ ഏതാണ്ട് ഒരു 150 മീറ്ററിനകത്ത് അപ്പുറത്ത് എൻ്റെ 3 വയസ്സുള്ള മകൾ ഞാൻ വരുന്നത് കണ്ടു കേട്ടോ. അവൾ എൻ്റെ വൈഫിൻ്റെ തോളിലിരിക്കുക. 150 മീറ്ററിനപ്പുറത്ത് എൻ്റെ മോൾ എന്നെ കണ്ടപ്പോൾ ഇടിമുഴങ്ങുന്ന പോലൊരു വിളി, പപ്പോ. അവിടെ കൂടിയ സകല ആളുകളെയും ഭേദിച്ചുകൊണ്ട് ആ വിളി എൻ്റെ കാതിൽ മുഴങ്ങി. വിളിക്കുക മാത്രമല്ല, വിളി മുഴങ്ങിയപ്പോൾ തന്നെ അമ്മയുടെ തോളിൽ നിന്നും അവൾ ഊഴ്ന്നിറങ്ങി ആളുകളുടെ ഇടയിലൂടെ ഓടിതോ പറന്നു വരിക എൻ്റെ അരിക്കിലേക്ക്. 1 മീറ്റർ അപ്പുറത്ത് നിന്നും എൻ്റെ മോള് ഒരൊറ്റ ചാട്ടം, പപ്പോ എന്ന് വിളിച്ചൊരൊറ്റ ചാട്ടം ചാടി എൻ്റെ നെഞ്ചത്താണ് അവൾ വന്നിരുന്നത്. അവൾ എന്നെ കെട്ടിപ്പിടിച്ചു തുരുതുരാ ഉമ്മ തന്നു. ഞാൻ അവളെ വാരിപ്പുണർന്നു. എൻ്റെ പ്രിയരേ, എൻ്റെ ചോരയിൽ പിറന്ന എൻ്റെ പൊന്നോമനയെ 10 ദിവസങ്ങൾക്കപ്പുറത്ത് എയർപോർട്ടിൽ വെച്ച് ഞാൻ കണ്ടപ്പോൾ അവളുടെ സന്തോഷം അത്ര ഭയങ്കരമാണെങ്കിൽ, എൻ്റെ സന്തോഷം ഇത്ര ഭയങ്കരമാണെങ്കിൽ, നിയമിക്കപ്പെട്ട നാളിൽ നാം ഒന്നുമില്ലാതിരുന്നപ്പോൾ, നമ്മുടെ അസ്ഥികൂടം മറവായിരുന്നപ്പോൾ, ലോക സ്ഥാപനങ്ങൾക്ക് മുമ്പേ നമ്മെ മെടഞ്ഞ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ അന്യന്റെ കണ്ണുകൊണ്ടല്ല സ്വന്തം കണ്ണാൽ കാണുന്ന ആ സുന്ദര ദിവസത്തെ ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ കരമടിച്ച് പ്രത്യാശയോടെ കൃപ 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 കാണും നാം അവനെ, കാണും നാം അവനെ. അന്യന്റെ കണ്ണുകൊണ്ടല്ല സ്വന്തം കണ്ണാൽ നാം അവനെ കാണും. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ, പ്രത്യാശയാണ് എൻ്റെ പ്രദീപം. നമ്മുടെ കർത്താവിനെ ഒരിക്കൽ നമ്മൾ കാണും. ദൈവരൂപത്തിലിരിക്കുക. അപ്പൊ പൗലോസ് ദൈവരൂപത്തിൽ യേശുവിനെ കണ്ടിട്ടുണ്ട്. എന്താ ദൈവത്തിന്റെ രൂപം? അല്ല, ആരാ ദൈവം? ആരാ ദൈവം എന്ന ചോദ്യത്തിന് മറുപടി ഒത്തിരി പറയാനുണ്ടെങ്കിലും ഒറ്റ വാക്ക് പറയാം, ആരാ ദൈവം? താൻ മാത്രം അമർത്യത ഉള്ളവൻ, പിന്നെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്തവൻ, ആർക്കും ഒരു നാളും കാണാൻ കഴിയാത്തവനാണ് ദൈവം. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഈ പന്തലുണ്ടെന്ന് പറഞ്ഞാൽ അന്ധമായി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അവർ കരമടിക്കും. അവന്റെ സാന്നിധ്യത്തിന് ഇന്ന് രാത്രി നിന്റെ കെട്ടുകളെ പൊട്ടിക്കാൻ കഴിയും. അവന്റെ സാന്നിധ്യത്തിന് ഇന്ന് രാത്രി നിന്റെ ചെങ്ങലകളെ അടിക്കാൻ കഴിയും. അവന്റെ സാന്നിധ്യത്തിന് ഇന്ന് രാത്രി
നിന്റെ രോഗത്തിന്റെ കയറുകളെ ഖണ്ഡിക്കാൻ കഴിയും. അവന്റെ സാന്നിധ്യത്തിന് ഇന്ന് രാത്രി നിനക്കെതിരെയുള്ള മരണത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കാൻ കഴിയും. അവന്റെ സാന്നിധ്യത്തിൽ ഇന്ന് രാത്രി ചില ഓപ്പറേഷനുകളെ അസാധുവാക്കുവാൻ കഴിയും. ശക്തമായ രോഗശാന്തിയുടെ തൈലെന്നത് ഇന്ന് രാത്രി ഈ പന്തലിനകത്ത് ഒഴുകുന്നുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരമടിച്ചൊന്ന് പ്രാപിച്ചെടുത്തേ. നിന്റെ മുമ്പിൽ പിശാച് അടച്ചു വെച്ച വാതിലുകളെ തള്ളി തുറക്കാൻ അവന്റെ സാന്നിധ്യത്തിന് കഴിയും. ആർക്കും അടയ്ക്കാൻ കഴിയാതെ എന്നേക്കുമായി നിന്റെ മുമ്പിൽ വാതിലുകളെ തുറക്കാൻ അവന്റെ സാന്നിധ്യത്തിന് കഴിയും. അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഈ പന്തലിൽ ചലിക്കുന്നുണ്ട്. ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ നമ്മുടെ നടുവിൽ ഉണ്ടെന്നുള്ളതാണ്. ആരാ ദൈവം? പൗലോസ് പറയുന്ന ദൈവരൂപത്തിലിരിക്കുക. അപ്പൊ ദൈവരൂപത്തിൽ പൗലോസ് യേശുവിനെ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരഭിപ്രായം. എന്താ ദൈവത്തിന്റെ രൂപം? ആരാ ദൈവം? ആരാ ദൈവം എന്ന് ചോദിച്ചാൽ മറുപടി ഏറെ പറയാനുണ്ടെങ്കിലും ഒറ്റ വാക്ക് പറയാ: താൻ മാത്രം അമർത്യത ഉള്ളവൻ, അടുത്തുകൂടാത്ത, വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ബാക്കി മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവൻ. അപ്പൊ അതിനകത്തുനിന്ന് ഒറ്റ വാക്ക് മാത്രമേ ഞാൻ അടർത്തിയെടുക്കുന്നുള്ളൂ: അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ആരാ ദൈവം? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ വെളിച്ചമായവൻ. ദൈവം ആരാ? വെളിച്ചമാ. അതുകൊണ്ടാ 2000 വർഷങ്ങൾക്കപ്പുറം പാലസ്തീനിൽ നിന്ന് ഒരുത്തൻ മാറത്തെ തട്ടി ലോകത്തോട് പറഞ്ഞത്: ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചം മറ്റാരുമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണെങ്കിൽ അവന്റെ ചരിത്ര വികായസിലെ ഉദയത്തോടെ അവന്റെ സുവിശേഷത്തിന്റെ സുന്ദര പ്രഭാകരണങ്ങൾ പ്രപഞ്ചത്തിന്റെ ഏതൊക്കെ ഭാഗത്തുദിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പാപത്തിന്റെ ഇരുട്ടുകൾ മാറി ജനകോടികൾ ജീവന്റെ വെളിച്ചം കണ്ടിട്ടുണ്ട്. ആരാ ദൈവം? വെളിച്ചമാ. ആ വെളിച്ചമായ ദൈവത്തെ പൗലോസ് എവിടെ വെച്ചാ കണ്ടത്? പൗലോസ് കണ്ടത് ഒരു കൺവെൻഷനിൽ വെച്ചല്ല, മാസയോഗത്തിലും കുമ്പനാട് വെച്ചുമല്ല. വെളിച്ചമായ ദൈവത്തെ പൗലോസ് കണ്ടത് എവിടെ വെച്ചാണെന്നറിയാമോ? ദമസ്കാസിന്റെ പടിക്ക് വെച്ച്. ദമസ്കാസിന്റെ പടിക്ക് വെച്ച് ദൈവത്തെ കാണാനുള്ള കാരണം എന്നാ? ഒരിക്കലേ യെരുശലേമിലുള്ള ദൈവമക്കൾക്കെതിരെ വലിയൊരു പീഡയുണ്ടായി. ആ പീഡയ്ക്ക് നേതൃത്വം കൊടുത്തത് സാക്ഷാൽ ശൗല. ആ പീഡയിൽ അംഗസംഘ കായിക സാമ്പത്തിക ബലമില്ലാത്ത ഈ ദൈവമക്കൾ ചിതറിപ്പോയവരെല്ലാം കൂടെ എങ്ങോട്ട് പോയി? ദമസ്കോസിലേക്ക് പോയി. അപ്പോൾ പീഡകനായ ശൗലൻ അറിവ് കിട്ടി, യെരുശലേമിലെ പീഡയിൽ ചിതറിപ്പോയവരെല്ലാം ദമസ്കാസിലുണ്ട്. ആ അറിവ് കിട്ടിയവൻ ദമസ്കാസിൽ നിന്നൊരു വരവ് വരുക. എങ്ങനെയാണ് വരുന്നത്? ദമസ്കാസിലെ പള്ളി പുരോഹിതർക്ക് അധികാരപത്രം മേടിച്ച്, വലം കൈയിൽ അധികാരപത്രം ചുരുട്ടിപ്പിടിച്ച്, ഇടം കൈയിൽ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ച് യെരുശലേമിൽ നിന്ന് ഏതാണ്ട് കുതിരപ്പുറത്ത് 7 ദിവസം യാത്ര ചെയ്ത് ദമസ്കോസിലേക്ക് വരികയാ. വരവിന്റെ ലക്ഷ്യം എന്നാണ്? യെരുശലേമിലെ പീഡയിൽ ചിതറി ദമസ്കോസിൽ പാർക്കുന്നവരെ അവിടെ നിന്ന് പിടിച്ചു കെട്ടി ഇല്ലാതാക്കാൻ. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചോ. ഒരിടത്തും നിന്നെ ഉറപ്പിക്കത്തില്ല. നീ എവിടെ ഉറച്ചാലും അവിടെ വന്ന് നിന്നെ ഇല്ലാതാക്കുമെന്ന് ശത്രു ശക്തമായി വാദിക്കുന്നുവെങ്കിൽ ആത്മാവ് ഇന്ന് രാത്രി വചനത്തിലൂടെ ഇടപെടുന്നത് ദൈവം നിന്നെ ഇളക്കുന്നവനല്ല, ദൈവം നിന്നെ ഉറപ്പിക്കുന്നവനാണ്. ആ കരം നന്നായി ഒന്നടിച്ച്. ഈ ഭാഗത്തിരിക്കുന്നവർ, ഏറ്റവും പിമ്പിലിരിക്കുന്നവർ, പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, കരം ശക്തിയോടെ ഒന്നടിച്ച്. ഒരിടത്തും നിന്നെ ഉറപ്പിക്കത്തില്ല, ഒരിടത്തും നിന്റെ തലമുറയെ ഉറപ്പിക്കത്തില്ല, ഒരിടത്തും നിന്റെ ഭാവിയെ ഉറപ്പിക്കത്തില്ല, ഒരിടത്തും നിന്റെ ശുശ്രൂഷയെ ഉറപ്പിക്കത്തില്ല, ഒരിടത്തും നിന്റെ വാഗ്ദത്തത്തെ ഉറപ്പിക്കത്തില്ലെന്ന് അന്ധകാര ശക്തികൾ നിനക്കെതിരെ വാദഗതി ഉന്നയിക്കുമ്പോൾ ഇന്ന് രാത്രി നീ സേവിക്കുന്ന ജീവന്റെ ഉടമസ്ഥനായ ദൈവം നിന്നെ ഇളക്കുന്നവനല്ല, ഇളക്കാൻ നോക്കിയ സ്ഥാനത്ത് നിന്നെ ഉറപ്പിക്കുന്നവനാണ്. കരമൊന്നടിച്ച് ദൈവത്തെ ആരാധിച്ച് 2026 ദൈവം നിന്നെ ഉറപ്പിക്കുന്ന വർഷമാണ്. ന്യായവിധിയുടെ ജലം നക്കി തുടയ്ക്കാത്ത ഒരരാറാത്തിന്റെ മുകളിൽ ഭക്തനായ നോഹയും കുടുംബവും സഞ്ചരിച്ച പെട്ടകത്തെ ദൈവം ഉറപ്പിച്ചെങ്കില് അഭിഷക്തന്മാരെ, ദൈവ കുഞ്ഞുങ്ങളെ, 2026 നിന്നെ ഇളക്കിക്കളയാൻ ശത്രു പദ്ധതി കിട്ട സ്ഥാനത്ത് ദൈവം നിന്നെ ഉറപ്പിക്കുന്ന വർഷമാണ്. കരമടിച്ച്
ദോശ ഇളക്കുന്ന പോലെ, ഓംലേറ്റ് ഇളക്കുന്നത് പോലെ നിന്നെ ഇളക്കി കളയാൻ ഒരു വൃക്ഷം പറിച്ചു കളയുന്നത് പോലെ, ഒരു ചെടിത്തൈ പറിച്ചെറിയുന്നത് പോലെ നിന്നെ പറിച്ചെറിഞ്ഞു കളയാൻ നോക്കുന്ന അന്ധകാര വ്യാപാരത്തിന്റെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഇളക്കിക്കളയാൻ നോക്കുന്ന പോരുകളെ ശാസിക്കുന്നു. തലമുറകളുടെ ഭാവിയെ ഇളക്കാൻ നോക്കുന്ന പോരുകളെ ശാസിക്കുന്നു. ആയുസ്സിനെ ഇളക്കാൻ നോക്കുന്ന പോരുകളെ ശാസിക്കുന്നു. കുടുംബത്തെ ഇളക്കാൻ നോക്കുന്ന പോരുകളെ ശാസിക്കുന്നു. ശുശ്രൂഷ ഇളക്കാൻ നോക്കുന്ന പോരുകളെ ഇന്ന് രാത്രി ശാസിക്കുന്നു. കെട്ടുപൊട്ടിയ പട്ടം പോലെ പറന്ന് നടക്കാൻ, നയമ്പ് നഷ്ടപ്പെട്ട തോണി പോലെ, നിയന്ത്രണം നഷ്ടപ്പെട്ട തോണി പോലെ എന്നും ഉറയ്ക്കാതെ പറന്ന് നടക്കാൻ നിന്റെ നിലനിൽപ്പിനെതിരെ വാദിക്കുന്ന അന്ധകാരത്തിന്റെ പോരുകൾ, അതിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ, 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 തകരട്ടെ. ഹടകവന ഹദരജരഘടക ശന്തരാലവ. ഇന്ന് രാത്രി ദൈവം നിന്നെ ഉറപ്പിക്കുന്ന രാത്രിയാണ്. അവന്റെ വരവിന്റെ ലക്ഷ്യം യെരുശലേമിലെ പീഡയിൽ ചിതറി ദമസ്കോസിൽ പാർക്കുന്ന ദൈവമക്കളെ ഇല്ലാതാക്കുക. വരുന്നത് എങ്ങനെയാണ്? യെരുശലേമിലെ പള്ളി പുരോഹിതർ എഴുതി കൊടുത്ത അധികാരത്തിന്റെ പത്രം കയ്യിലുണ്ട്. ആ പത്രത്തെ നോക്കിയിട്ട് പീഡകം പറയുക, ഈ പത്രം കൊണ്ട് ഇന്ന് യെരുശലേമിൽ നിന്നും ചിതറി ദമസ്കോസിൽ പാർക്കുന്ന ദൈവമക്കളെ ഇളക്കും, 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 ഇളക്കും. ദോശ ഇളക്കുന്ന പോലെ ഇളക്കും. എടോ ശൗലേ, നിനക്ക് തെറ്റിപ്പോയി. നീ അഡ്രസ് മാറിയാ കളിക്കുന്നത്. നിന്റെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന അധികാര പത്രം കൊണ്ട് യെരുശലേമിലുള്ള ദമസ്കോസിലുള്ള ദൈവമക്കളെ ഇളക്കാൻ പോയിട്ട് തൊടാൻ പറ്റത്തില്ലെന്ന്. കാരണം ഒരു വചനമുണ്ട്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കരമൊന്നടിച്ച് ദൈവത്തെ ആരാധിച്ചോ. ലോകത്തിൽ ഒരു പാതാള ഗോപുര ശക്തിക്കും ജയിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ പണി കഴിപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സഭയാണ്. നീ ആ സഭയിലെ അംഗമാണെങ്കിൽ നിന്നെ ഇളക്കാൻ ഒരു വിരോധ ശക്തിക്കും കഴിയത്തില്ലെന്ന് ഉറപ്പുള്ളവർ കൈകളൊന്ന് അടിച്ചാത്മാവിൽ ബലപ്പെടും. ഒരു മന്ത്രവാദങ്ങൾക്കും നിന്നെ ഇളക്കാൻ കഴിയത്തില്ല. ഒരു ആഭിചാരങ്ങൾക്കും നിന്നെ ഇളക്കാൻ കഴിയത്തില്ല. എഴുതി കെട്ടിയ ഒരു കെട്ടുകൾക്കും നിന്നെ ഇളക്കാൻ കഴിയത്തില്ല. എഴുതി വിട്ട ഒരു എഴുത്തുകൾക്കും നിന്നെ ഇളക്കാൻ കഴിയത്തില്ല. കാരണം നിന്നെ ഉറപ്പിക്കുന്നത് മനുഷ്യനല്ല, നിന്നെ ഉറപ്പിക്കുന്നത് ദൈവമാണ്. ഇയാളെ യെരുശലേമിലെ പീഡയിൽ ചിതറി ദമസ്കോസിൽ പാർക്കുന്ന ക്രിസ്തുമാർഗക്കാരെ അധികാരപത്രം കൊണ്ട് ഇളക്കാൻ വരിക. ദമസ്കോസിന്റെ പടിക്കലെത്തിയപ്പോൾ, അടുക്കാറായപ്പോൾ ഇവന്റെ മുഖം മാറി, മുഖത്തിന്റെ ഭാവം മാറി. മുഖം ചെന്നായുടെ മുഖം പോലായി. കോപം വരുമ്പോഴാ മുഖം വിരൂപമാകുന്നത് കേട്ടോ. സന്തോഷിക്കുമ്പോഴല്ല മുഖം വിരൂപമാകുന്നത്. സങ്കടം വരുമ്പോഴല്ല മുഖം വിരൂപമാകുന്നത്. കോപം വരുമ്പോഴാ മനുഷ്യന്റെ മുഖം വിരൂപമാകുന്നത്. ദമസ്കോസിന്റെ പടിക്കലെത്താറായപ്പോൾ ഇയാളുടെ മുഖം ചെന്നായുടെ മുഖം പോലായി. ശരിക്കും ചെന്നായാണത്. ഗോത്രം ബെന്യാമിൻ ഗോത്രമല്ലേ? ബെന്യാമിൻ ഗോത്രത്തെ വിളിക്കുന്ന പേര് കടിച്ചു കീറുന്നത് ചെന്നായി എന്നല്ലേ? ആരെ കടിച്ചു കീറാനാ ശൗലേ? ശൗര്യം പൂണ്ട് നീ ദമസ്കോസിലേക്ക് വരുന്നത്. യെരുശലേമിലെ പീഡയിൽ ചിതറി ദമസ്കോസിൽ പാർക്കുന്ന ദൈവമക്കളെന്ന കുഞ്ഞാടുക്കളെ കടിച്ചു കീറാൻ ശൗര്യം പൂണ്ട് ചെന്നായി യെരുശലേമിൽ നിന്നും ദമസ്കോസിലേക്ക് വരുമ്പോൾ ഈ ചെന്നായെ നേരിടാൻ ദമസ്കോസിന്റെ പടിക്കൽ ഒരുവൻ നിൽപ്പുണ്ട്. അത് മറ്റൊരു ചെന്നായല്ല, യഹൂദ ഗോത്രത്തിന്റെ ബാലസിംഹമായവനാ. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്നെ തകർക്കാൻ നീ അറിയാതെ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ പാഞ്ഞു വരുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി നീ അറിയാതെ യുദ്ധം ചെയ്യുന്ന ഒരുവൻ ഉണ്ട്. അവൻ യഹൂദ ഗോത്രത്തിന്റെ ബാലസിംഹമാണ്. ഇന്ന് രാത്രി ഈ പന്തലിനകത്ത് കരമടിച്ച അന്യഭാഷയിൽ നീ ആത്മനിറവിൽ ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഏതൊക്കെയോ മേഖലകളിൽ ഇന്ന് രാത്രി യുദ്ധത്തിന് വേണ്ടി ഒരുവൻ ഇറങ്ങിയിട്ടുണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ചിലർ കുതിരകളിൽ, ചിലർ രഥങ്ങളിൽ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ ആശ്രയിക്കുവാൻ ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്.
നീ അറിയാതെ നിന്നെ തകർക്കാൻ, നീ അറിയാതെ നിന്റെ തലമുറയെ തകർക്കാൻ, നീ അറിയാതെ നിന്റെ ആയുസ്സിനെ തകർക്കാൻ, നീ അറിയാതെ നിന്റെ ഭാവിയെ തകർക്കാൻ, നീ അറിയാതെ നിന്റെ ശുശ്രൂഷയെ തകർക്കാൻ, നീ അറിയാതെ നിന്റെ താലന്തുകളെ തകർക്കാൻ ശത്രു പദ്ധതി ഒരുക്കുമ്പോൾ നീ അറിയാതെ നിന്നെ തകർക്കാൻ പദ്ധതി ഇടുന്നവന് ആമേൻ ഇറങ്ങി വന്ന് ഇല്ലായ്മ ചെയ്യുന്ന ഒരു സ്വർഗം നിനക്ക് വേണ്ടിയുണ്ട്. അഴിയട്ടെ ഇന്ന് രാത്രി പോരുകൾ, ആയുസ്സിനെതിരെയുള്ള പോരുകൾ അഴിയട്ടെ, ആരോഗ്യത്തിനെതിരെയുള്ള പോരുകൾ അഴിയട്ടെ, തലമുറയ്ക്കെതിരെയുള്ള പോരുകൾ അഴിയട്ടെ, ശുശ്രൂഷയ്ക്കെതിരെയുള്ള പോരുകൾ അഴിയട്ടെ, കുടുംബത്തിനെതിരെയുള്ള പോരുകൾ അഴിയട്ടെ, സാക്ഷ്യത്തിനെതിരെയുള്ള പോരുകൾ അഴിയട്ടെ, യാത്രയ്ക്കെതിരെയുള്ള പോരുകൾ അഴിയട്ടെ, നിലനിൽപ്പിനെതിരെയുള്ള പോരുകൾ അഴിയട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്വർഗത്തിൽ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടുമെങ്കിൽ, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടുമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പൈശാചിക ശക്തികൾ ഇളകി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ കൈവിഷങ്ങൾ ഇളകി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗാത്മാക്കൾ അലറി ഇളകി വരട്ടെ. നിന്റെ കുടുംബത്തിലെ ഒരു മുറിക്കകത്ത് നിന്നെ എക്കാലഘട്ടങ്ങളിലും ഒരു രോഗിയൊക്കെ അടച്ചു പൂട്ടുമെന്ന് ബാധിക്കുന്ന ആ രോഗത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ശരീരം വിട്ട് അടിഞ്ഞു പുറത്തു വാ. കെട്ടിവെച്ചത് അഴിയട്ടെ, കെട്ടിവെച്ചത് അഴിയട്ടെ, കെട്ടിവെച്ചത് അഴിയട്ടെ. എല്ലാ കാഴ്ചകളുടെ ശക്തികൾ അഴിയട്ടെ, നേർച്ചകളുടെ ശക്തികൾ അഴിയട്ടെ, മന്ത്രവാദങ്ങൾ അഴിയട്ടെ, ജപങ്ങൾ അഴിയട്ടെ. ജപിച്ച് കെട്ടിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. സഭയ്ക്കെതിരെ നിൽക്കുന്ന പോരുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന പോരുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. കരമടിച്ച് ദൈവത്തെ ആരാധിച്ചും രാത്രി വിടുതൽ ഏറ്റെടുത്ത് നിന്റെ തലമുറയായിരിക്കുന്ന ഇടത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ കരമിറങ്ങുകയാ. നിന്റെ പ്രിയപ്പെട്ടവനായിരിക്കുന്ന ഇടത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ കരമിറങ്ങുകയാ. നിന്റെ പ്രിയപ്പെട്ടവളായിരിക്കുന്ന ഇടത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ കരമിറങ്ങുകയാ. നിന്റെ ഫയൽ കെട്ടിക്കിടക്കുന്ന ഇടത്ത്, നിന്റെ പേപ്പർ വർക്കുകൾ കെട്ടിക്കിടക്കുന്ന ഇടത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ കരമിറങ്ങുകയാ. നിന്റെ വസ്തു സംബന്ധമായ കുരുക്കുകൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരമിറങ്ങുകയാ. Yes. 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 Udabalabaraba shabarabalabarabas. കൃപ ശാസിക്കുന്നു പോരുകളെ യേശുവിന്റെ നാമത്തിൽ. പോരുകളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഇവൻ ദമസ്കോസിന്റെ പടിക്കലെത്തിയപ്പോൾ ആ ബാലസിംഹമായവനെ ചെന്നായി അറ്റാക്ക് ചെയ്തു. എങ്ങനാ? നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം. ഞാനൊന്ന് കടത്തി പറയുന്നു, കോടി സൂര്യപ്രഭയെ വെല്ലുന്ന ഒരു പ്രകാശം. പീഡകനും ഉപദ്രവകാരിയുമായ സൗലിന്റെ മുഖത്തടിച്ച് തലക്കു ചുറ്റും മിന്നി. നട്ടുച്ചയ്ക്ക് മുഖത്തടിച്ച പ്രകാശകിരണത്തിന്റെ പ്രത്യാഘാതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു. മഴവില്ല് പോലെ ദമസ്കോസിന്റെ റോഡിൽ കിടക്കുമ്പോൾ ഉദിച്ച പ്രകാശത്തിന്റെ മറവിൽ നിന്നും വിളി, ശൗലേ ശൗലേ. വിളിയുടെ പുറകെ ഒരു ചോദ്യം, നീ ആ പാവങ്ങളെ ഉപദ്രവിക്കുന്നത് എന്തെന്നല്ല, എന്നെ എന്നെ എന്നെ. നീ അവരെ ഉപദ്രവിക്കാൻ പോയപ്പോ ഒരു ശബ്ദം ചോദിച്ചു, എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? എന്റെ മക്കളെ തൊട്ടാൽ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് തൊടുന്നതിന് തുല്യമാ. ഇന്ന് രാത്രി നീ അനാഥയല്ല, നീ അനാഥനല്ല, ശത്രുവിന്റെ മടിയിലെ പാവയല്ല, അവന്റെ കോർട്ടിലെ ഫുട്ബോൾ അല്ല. നിനക്ക് വേണ്ടി ചോദിക്കാൻ ഇന്ന് രാത്രി ഒരുവനുണ്ട്. ഓ റിബിരി ഹദുലറബ ശംധരാലബ.
അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര മോദമാ താൻ വാഴുകയാ, ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല. ഭാവിയല്ല തൻ കയ്യിലെന്നോർത്ത ആയത്ര ജീവിതം. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ, പരദേശിയാണ് ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ മോദമായി ചാരും. നീ എന്നെ ഉപദ്രവിക്കുന്നതെന്തേ? ഞാൻ വേഗം അവസാനിപ്പിക്കട്ടെ. നീ എന്നെ അപ്പൊ അയാള് ചാടി എഴുന്നേറ്റപ്പോ അയാളുടെ കണ്ണിന് കാഴ്ചയില്ല. നട്ടുച്ചയ്ക്ക് മുഖത്തടിച്ച പ്രകാശകിരണത്തിന്റെ പ്രത്യാഘാതത്താൽ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചുപോയി. 100% ബ്ലൈൻഡായി, 100% അന്ധനായി. വിളിയും ചോദ്യവും കേട്ട് ചാടി എഴുന്നേറ്റവൻ ഒരു കാര്യം മനസ്സിലായി, ഞാൻ അന്ധനാണ്, എൻ്റെ കണ്ണ് രണ്ടും പൊട്ടിപ്പോയി. പക്ഷെ അന്ധതയല്ല വിഷയം, കണ്ണിന്റെ ബലഹീനതയല്ല വിഷയം, കാഴ്ച പോയതല്ല വിഷയം, വിളിച്ച വിളിയാ വിഷയം, ചോദിച്ച ചോദ്യമാ വിഷയം. ഈ യോഗത്തിന്റെ 4-ാം രാത്രി സമയത്തിന്റെ പരിമിതി കണക്കാക്കാതെ, ജഡത്തിന്റെ ക്ലേശം കണക്കാക്കാതെ ഇവിടെ മുഴങ്ങുന്ന ദൈവശബ്ദത്തിന് ചെവി കൊടുക്കാൻ നീ മനസ്സ് കാണിച്ചാൽ നിന്റെ ചരിത്രത്തെ മാറ്റാൻ, നിന്നെ മറ്റൊരാളാക്കി മടക്കി അയക്കാൻ ഇവിടെ മുഴങ്ങുന്ന ദൈവശബ്ദത്തിന് ഇന്ന് രാത്രി കരുത്തുണ്ട്. അത് തിരിച്ചറിയുന്നവർ ആത്മാവിൽ ബലപ്പെട്. നിഷ്ഠൂരനെ സ്നേഹവാനാക്കുന്ന, ഉപകാരിയെ ഉപദ്രവിയാക്കുന്ന, കുലപാതകനെ കുഞ്ഞാടാക്കുന്ന ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. ചാടി എഴുന്നേറ്റ് ചോദിക്കാം, നീ ആരാകുന്ന കർത്താവേ? അപ്പൊ പറഞ്ഞു, ഞാന് നീ ഉപദ്രവിക്കുന്ന യേശുവാ ഞാൻ, നീ ഉപദ്രവിക്കുന്ന യേശുവാ ഞാൻ. അപ്പൊ യേശുവിനെ ശൗല് കണ്ടോ? ദൈവത്തെ കണ്ടോ? കണ്ടെന്ന് എവിടെ വെച്ചാ കണ്ടത്? ദമസ്കോസിന്റെ പടിക്ക വെച്ച്. എങ്ങനെയാ കണ്ടത്? കോടി സൂര്യപ്രഭയെ വെല്ലുന്ന ഒരു പ്രകാശമായി, ഒരു വെളിച്ചമായി. ആരാ ദൈവം? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ ദൈവം. അപ്പൊ വെളിച്ചമായവനെ കണ്ടവൻ പിന്നീട് എഴുതി, അവൻ ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെ ദൈവരൂപത്തിലിരിക്കുക, എന്തൊക്കെയാ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒടിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ഈ ലോകത്തിൽ മരണത്തോളം അനുസരണമുള്ളവനായി വന്നു. അപ്പോൾ പാപിയെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നത് എങ്ങനെയാ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒടിച്ച് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മനുഷ്യ സാദൃശ്യത്തിലായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. തന്നെത്താൻ ഒടിച്ചു വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. എന്നിട്ട് മനുകുലത്തിൻ്റെ പാപം മുഴുവനും ഏറ്റെടുത്തു. ഈ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ നിർത്തുക. നാളെ വരുന്നയാൾ ബാക്കി ആത്മാവിൽ പൂരിപ്പിക്കട്ടെ. എൻ്റെ പ്രഭാഷണം പാതിവടിയിലായതേ ഉള്ളൂ. ഇത്താണ് ലോകത്തിൽ വന്ന് മനുഷ്യൻ്റെ പാപം മുഴുവൻ ഏറ്റെടുത്ത് കാൽവറിയിൽ മരിച്ചു. യേശുക്രിസ്തുവിൻ്റെ മരണം അപകട മരണമല്ല, കൊലപാതകമല്ല, സ്വാഭാവിക മരണമല്ല, മനുഷ്യൻ്റെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തൊരു ദിവ്യ ബലിയായിരുന്നു. ആ പരമയാഗം നമ്മിൽ സംഭവിക്കുന്നത് എപ്പോഴാണ്? നാം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവൻ്റെ യാഗം നമ്മിലും നിവർത്തിയാകുകയാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ, മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചവൻ, കല്ലറയിൽ അടക്കം ചെയ്തുവെങ്കിലും പൊളിക്കടോ മന്ദിരം 3 ദിവസം കൊണ്ട് പണിയാമെന്ന് പറഞ്ഞവൻ 3-ാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റെന്ന്. യേശുവിൻ്റെ ഉയർപ്പിൽ രാജാവിൻ്റെ കരത്തിന് പങ്കില്ല, മനുഷ്യൻ്റെ കരത്തിന് പങ്കില്ല, പ്രകൃതിയുടെ ശക്തിക്ക് പങ്കില്ല. പിതാവിനെ ഉയർപ്പിച്ചു ബൈബിൾ, അവനെ ഉയർത്തു ബൈബിൾ, ആത്മാവിനെ ഉയർപ്പിച്ചു ബൈബിൾ. തൃത്വം അവൻ്റെ ഉയർപ്പിൽ ഒന്നിച്ച് സമ്മേളിക്കുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ, മനുകുലത്തിന്റെ പാപത്തിന്റെ ബോധനത്തിന് വേണ്ടി മരിച്ചവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. വത്സല ശിഷ്യക്ക് പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ഒരു വാക്ക് പറഞ്ഞിട്ടാ പോയത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുക, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ നിങ്ങളെ കൊണ്ടുപോകാൻ വരും.
ഇത് പറഞ്ഞിട്ട് നേരെ പോയത് സ്വർഗത്തിലോട്ടല്ല, ക്രൂശിലോട്ടാ. അവിടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തട്ടാ സ്വർഗത്തിലേക്ക് പോയത്. അപ്പം മരണശേഷം സ്വർഗത്തിൽ നമുക്കൊരുക്കുന്ന സ്ഥലത്തെത്താൻ ഒറ്റ വഴിയുള്ളൂ, ക്രൂശിൻ്റെ ചുവട്ടിലോട്ട് വരണം, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. മരണശേഷമുള്ള നിത്യത സത്യമാ. മരണശേഷം ആത്മാവിൻ്റെ നിത്യത വേണമെങ്കിൽ ഒരാചാരം കൊണ്ടും ഒരു അനുഷ്ഠാനം കൊണ്ടും പറ്റുകയില്ല. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കേ. അവൻ ഇതുവരെ വന്നില്ല, വരാമെന്ന് പറഞ്ഞാൽ പോയത്. വർഷം 2026 അവൻ ബോഷ്ക്ക് പറയത്തില്ല, ഇവിടെ ജനിക്കുമെന്ന് പറഞ്ഞ് ജനിച്ചെങ്കിൽ മരിച്ചടക്കപ്പെട്ട് ഉയർക്കുമെന്ന് പറഞ്ഞിട്ട് ഉയർത്തെങ്കിൽ നമ്മെ ചേർക്കാൻ വരുമെന്ന വാഗ്ദാനം നിവൃത്തിയാകാതിരിക്കത്തില്ല. രണ്ട് കാര്യം നടക്കും, ഒന്നെങ്കിൽ യേശു വരും, അല്ലെങ്കിൽ നാം മരിക്കും. ഇതിൽ രണ്ടിലേതാദ്യം നടന്നാലും നമ്മുടെ ആത്മാവിൻ്റെ നിത്യത നഷ്ടപ്പെടുത്തരുത്. ലോകം എന്നിവരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ സംഭവം അടുത്ത ഏത് നിമിഷവും സംഭവിക്കും. ആ സംഭവം പ്രകൃതിയുടെ ദുരന്തമല്ല, കോവിഡിൻ്റെ വ്യാപനമല്ല, വരാൻ പോകുന്ന യുദ്ധമല്ല. ആ സംഭവം നമ്മുടെ പ്രത്യാശയാകുന്ന യേശുവിൻ്റെ വരവാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ, ദൈവത്തിൻ്റെ കാഹളത്തോടെ ഇന്ന് രാത്രി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ അവനെതിരേൽപ്പാൻ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരിൽ ഞാനും കാണുമെന്ന് പ്രാഗൽഭ്യമുള്ളവർ കൈകളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ പ്രാഗൽഭ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതാ രക്ഷാ ദിവസം, ഇതാ സുപ്രസാദകാലം, ഇതാ രക്ഷകത്തിൻ്റെ ചാര. ഇത്ര വലിയ രക്ഷകണ്യമാക്കാതെ തെറ്റിയൊടിയാനല്ല, ജീവിതം യേശുവിനായി സമർപ്പിച്ച് അവനെ രക്ഷകനായി സ്വീകരിച്ച് ആത്മാവിൻ്റെ നിത്യത ഉറപ്പുവരുത്തുക. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്ന യേശു ക്രിസ്തുവാണ് സുവിശേഷം. അവനല്ലാതെ വേറൊരു രക്ഷകനില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷയ്ക്ക് ഒരേ ഒരു വഴി, യേശു ക്രിസ്തു മാത്രം. യേശു ക്രിസ്തു ഏക രക്ഷകൻ. കരമുയർത്തി ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറയാ.